80കളിൽ ബാല്യം പിന്നിട്ട് 90കളിൽ യുവാക്കളായിരുന്ന് 2000-ന് ശേഷമുള്ള ഈ പതിറ്റാണ്ടിൽ മധ്യവയസ്സ് പിന്നിടുന്ന എൻ്റെ തലമുറയുടെ സർഗാത്മകതയുടെ ഏറ്റവും ഉയർന്ന കൊടുമുടി എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു എഴുത്തുകാരനാണ്, നോവലിസ്റ്റാണ്, ഗദ്യകാരനാണ് നമ്മോടൊപ്പം. അപ്പോൾ ഇവിടെ ഇപ്പോൾ അവസാനിച്ച സെഷൻ്റെ ഒടുവിൽ ചെഷസ്ക്യൂവിൻ്റെ സ്വർണ്ണ ക്ലോസറ്റിനെ പറ്റി ഒരു പരാമർശം കേട്ടു. ഈ സന്ദർഭത്തിൽ യാദൃച്ഛികമായി ഓർമ്മ വന്ന ഒരു കലാപ്രവർത്തനത്തെക്കുറിച്ച് പറയട്ടെ. മൗറീഷ്യോ കാറ്റലാൻ എന്നൊരു ഇറ്റാലിയൻ ശില്പി ഏതാനും വർഷങ്ങൾക്ക് മുൻപ് സ്വർണത്തിൽ തനി തങ്കത്തിൽ ഒരു യൂറോപ്യൻ ക്ലോസറ്റ് പണിതിട്ട് അതിൻ്റെ പേരിട്ടു. ആ ക്ലോസറ്റിന് പേരിട്ടു. ആ പേര് അമേരിക്ക എന്നായിരുന്നു. ആ പേരിലൊരു കഥ എഴുതിയിട്ടുണ്ട് സുഭാഷ് ചന്ദ്രൻ. അപ്പോൾ ഇങ്ങനെയാണ് കലാ അധികാരത്തെ, കൽപ്പന എന്ന വാക്കിൻ്റെ ദ്വയാർത്ഥത്തെപ്പറ്റി, ശ്ലേഷാർത്ഥത്തെപ്പറ്റി സുഭാഷ് ചന്ദ്രൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. കൽപ്പന എന്നാൽ കമാൻഡ് മാത്രമല്ല, ഇമാജിനേഷൻ എന്ന കൽപ്പനാശേഷി കൂടിയാണ് എന്ന് തിരിച്ചറിയുന്ന മഹാനായ ഈ സമകാലീനന്, ഒരുപക്ഷെ ഭാവിയുടെയും സമകാലികന്, ഈ സെഷനിലേക്ക് നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ വിലപിടിച്ച 50 മിനിറ്റുകളിൽ അല്പം പോലും ഞാൻ കവരാൻ ഉദ്ദേശിക്കുന്നില്ല. ആദ്യ ചോദ്യത്തിലേക്ക് കിടക്കാം. എഴുത്തുകാരനായ സുഭാഷ് ചന്ദ്രൻ നമുക്കറിയാം, പക്ഷേ ഈയിടെയായി സുഭാഷ് ചന്ദ്രൻ ഒരു അഭിനേതാവായി മാറിയിരിക്കുന്നു. IFFKയിൽ പ്രവേശനം കിട്ടിയിട്ടുള്ള 2 ചലച്ചിത്രങ്ങളിലെ നടനാണ് സുഭാഷ് ചന്ദ്രൻ. അപ്പോൾ സുഭാഷ് ചന്ദ്രൻ്റെ ഒരു കാണാത്ത മുഖമാണ് ഈ നടൻ, നടികർ തിലകം സുഭാഷ് ചന്ദ്രൻ എന്നത്. ആ അഭിനയ താല്പര്യത്തെപ്പറ്റി, അതുപോലുള്ള മറ്റ് എഴുത്തല്ലാത്ത സർഗാത്മക താല്പര്യങ്ങളെപ്പറ്റി, ഗാനകാമുകനായൊരു സുഭാഷ് ചന്ദ്രൻ നമുക്കറിയാം. പാട്ടുപാടാനും കേൾക്കാനും ഇഷ്ടമുള്ള ഗാനകാമുകനായ സുഭാഷ് ചന്ദ്രൻ, ചിത്രം വരയ്ക്കുന്ന ഒരു സുഭാഷ് ചന്ദ്രൻ. ഇതുപോലെ സുഭാഷ് ചന്ദ്രൻ എന്ന എഴുത്തുകാരൻ്റെ സർഗാത്മകതയുടെ തായ്തടി എഴുത്താണെങ്കിൽ അതിൻ്റെ പാർശ്വ ശിഖരങ്ങളെപ്പറ്റി അദ്ദേഹം സംസാരിക്കും നമ്മോട്. താങ്ക് യു അജി. സാജി, ഇതിനെതിരെയുള്ള മഹാരാജാസ് കോളേജിലാണ് ഞാൻ എൻ്റെ MA പഠിച്ചത്. എൻ്റെ തൊട്ടപ്പുറത്തുള്ള LLBക്ക് എറണാകുളം ലോ കോളേജിൽ ഞാൻ ചേരുമ്പോൾ 1 വർഷം പൂർത്തിയാക്കുന്നതിന് മുമ്പാണ് ഞാൻ മാതൃഭൂമിയിൽ ജോലി കിട്ടി പോയത്. വീണ്ടും അപ്പോൾ കുറേ കാലം കൂടി ഈ സുഭാഷ് പാർക്കിൽ ഗതികെട്ട ഒരു ചെറുപ്പക്കാരനായി നടന്നിരുന്ന അതേ പാർക്കിൽ ഒരു അതിഥിയായിട്ട് വന്നിരിക്കുന്നതിൻ്റെ സന്തോഷം ആദ്യമേ അറിയിക്കട്ടെ. ഇതൊന്നും ജീവിതത്തിൽ പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളല്ല. എങ്കിലും കാലം നമ്മളെ ഇടയ്ക്കെങ്കിലും ഏതെങ്കിലുമൊക്കെ കസേരകളിൽ പിടിച്ച് നിർബന്ധപൂർവ്വം ഇരുത്തുമ്പോൾ അതിനോടൊരു ഉത്തരവാദിത്വം പുലർത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സജയ് എന്നോടുള്ള സ്നേഹം കൊണ്ട് ഒരുപാട് വലിയ വാക്കുകൾ ഉപയോഗിച്ചു. അതെന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് എന്ന് നിങ്ങളോട് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എഴുത്തുകാരനാവുക എന്നുള്ളത് എൻ്റെ അവസാനത്തെ ചോയ്സായിരുന്നു സജയ്. ഞാൻ പാട്ടുകാരനാവണമെന്ന് വിചാരിച്ച് ജീവിച്ച ഒരാളാണ്. പാട്ടുകാരനാവും എന്ന് ഉറപ്പിച്ച ഒരു ബാല്യം ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ പടിഞ്ഞാറക്കര സ്കൂളിൽ ലളിതഗാനത്തിനൊക്കെ എപ്പോഴും ഫസ്റ്റായിരുന്നു. യേശുദാസിൻ്റെ പാട്ടുകളൊക്കെ ഞാൻ പാടി എനിക്ക് സമ്മാനം കിട്ടുമായിരുന്നു. ഞാൻ കരുതി ഭാവിയിലൊരു യേശുദാസൊക്കെ ആയി തീരും എന്ന് കരുതി. അന്ന് പാടിയിരുന്ന ഒരു പാട്ടിൻ്റെ ഒരു പല്ലവിയെങ്കിലും വളിപ്പാണത്, ഇപ്പോൾ ഓർക്കുമ്പോൾ അലമ്പ. അപ്പോൾ ഇന്ന് പാടുന്ന യേശുദാസിൻ്റെ ഒരു പാട്ട് ഞാൻ ആദ്യ ചോദ്യോത്തരത്തിൻ്റെ ഭാഗമായിട്ട് പറയാൻ നോക്കാം. അതായത് നമ്മളിപ്പോൾ വാക്കുകൊണ്ട് തുറക്കുന്ന വാതിലുകൾ എന്നാണ് ഇതിൻ്റെ സെഷൻ്റെ പേര്. വാക്ക് എന്ന് പറയുമ്പോൾ സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കല്ല സാഹിത്യത്തിലെ വാക്ക് എന്ന് സജയ്ക്ക് അറിയാമായിരുന്നു. സജയ് മലയാളം ധാരാളമായിട്ട് എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന ഒരു ഇംഗ്ലീഷ് പ്രൊഫസറാണ്. അപ്പോൾ സജയ്ക്ക് 2 ഭാഗങ്ങളും അറിയാം അതിൻ്റെ. നമ്മൾ കവിതയിൽ ഉപയോഗിക്കുന്ന വാക്ക് ഒരു പൊന്നാണയം പോലത്തെ ഒരു സംഗതിയാണ്. എല്ലാ കാലത്തും ക്രയവിക്രയം സാധ്യമായിട്ടുള്ള, നമ്മൾ ഇപ്പോൾ പഴയ 5 പൈസയും 10 പൈസ ഇപ്പോൾ ക്രയവിക്രയം ചെയ്യാൻ പറ്റാത്തതുപോലെ എടുക്ക നാണയമായിട്ട് ഒരിക്കലും മാറാത്ത ഒരു പൊന്നാണയമായിട്ടാണ് കവിതയിലെ വാക്ക് പ്രവർത്തിക്കുന്നത്. സംഗീതമാവട്ടെ അതിൻ്റെ ഭാവമാണ് ഉദ്ദീപിക്കുന്നത്, ആ വാക്കിൻ്റെ ഭാവമാണ് ഉദ്ദീപിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പഴയ കാലത്ത് സംഗീതമവി സാഹിത്യം സരസ്വത്യ സ്ഥാനദ്വയം എന്നൊക്കെ പറയുന്നത്. സംഗീതവും സാഹിത്യവും
സരസ്വതിയുടെ അല്ലെങ്കിൽ സർഗാത്മകതയുടെ രണ്ട് സ്ഥലങ്ങളാണ് എന്ന് പറയുന്നത്. രണ്ടിനും തുല്യ പദവിയാണ് എങ്കിലും സംഗീതത്തിനാണ് കുറച്ചുകൂടി അധിക പദവിയുള്ളത്. അതുകൊണ്ട് എല്ലാ കലകളും സംഗീതത്തിൻ്റെ പദവിയിലേക്ക് ഉയരാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട്. കാരണം അത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സംവദിക്കുന്ന ഒന്നായിട്ട് അതിനകത്ത് വ്യാജം സാധിക്കുകയില്ല. ഇപ്പോൾ കവിതയോ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങോ ഒക്കെ നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് വാദിക്കാം. അത് ഭയങ്കരമാണ്, അത് അബ്സ്ട്രാക്റ്റാണ്, അല്ലെങ്കിൽ അത് ക്യൂബിസമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് കടന്നു ചെല്ലാൻ സാധിക്കുകയില്ലെങ്കിൽ അതിനെ ഒരു നിരൂപകൻ വിചാരിച്ചാൽ അതിനെ പുകഴ്ത്തി പറഞ്ഞ് അതിനെ ഒരു ഹാലോ സൃഷ്ടിക്കാൻ പറ്റും, ഒരു പരിവേഷം സൃഷ്ടിക്കാൻ പറ്റും. എന്നാൽ സംഗീതമായിട്ട് ലോകത്തിൻ്റെ ഏത് ഭാഷയിലുള്ള പാട്ടായാലും അത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സംവദിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുന്നത് മഹത്തായതാണ്, മികച്ചതാണ് എന്നുള്ളതറിയാം. ആ പദവിയിലേക്ക് ഉയരുവാനാണ് ലോകത്തിലെ മിക്കവാറും എല്ലാ കലകളും ശ്രമിക്കുന്നത്. സംഗീതം പോലെ സത്യസന്ധമായിരിക്കുക, ഹൃദയാവർജകമായിരിക്കുക. അതുകൊണ്ടാണ് സഹൃദയൻ എന്നൊരു വാക്ക് നമ്മൾ സാഹിത്യത്തെ സംബന്ധിച്ച് കൂടുതലും എല്ലാത്തിനെയും സംബന്ധിച്ച് പറയുമെങ്കിലും സഹൃദയൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ സാഹിത്യം ആണ് അതിനകത്ത് ആദ്യമായിട്ട് തോന്നുക. അപ്പോൾ വാക്കിനെ 3-4 തരത്തിലാണ് ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു കവിത അല്ലെങ്കിൽ ഒരു എഴുത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് കടക്കുന്നതെന്ന് പറയും. ഒന്ന് അതിൻ്റെ ശബ്ദതലമാണ്. ആ വാക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ശബ്ദം നമ്മളെ ആദ്യം ആകർഷിക്കും. പിന്നെ അതിൻ്റെ അർത്ഥം, ആ വാക്കുകൊണ്ട് ഉദ്ദേശിച്ച അർത്ഥം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് കുറച്ചും കൂടി ഹൃദയത്തിലേക്ക് കയറും. പിന്നെ അതിൻ്റെ ഭാവം എന്താണ് എന്ന് മനസ്സിലാക്കുന്നു. പിന്നെ അതിനൊരു സാംസ്കാരിക തലമുണ്ട്. ഇങ്ങനെ 4 തരത്തിലാണ്. ഈ സാംസ്കാരിക തലത്തിലേക്ക് കയറുമ്പോഴേക്കും നമ്മുടെ ഭക്ഷണം രക്തമായി തീരുന്നത് പോലെ നമ്മൾ വായിച്ച സാഹിത്യാനുഭവം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് മാറും. അത് ഷേക്സ്പിയർ ഇത്രാമത്തെ സോണറ്റിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് കോട്ട് ചെയ്യുന്ന മട്ടിലല്ല. ഷേക്സ്പിയറിൻ്റെ ജൂലിയസ് സീസറിലെ പ്രശസ്തമായ വരികൾ കോട്ട് ചെയ്യുന്ന പോലെ ഒന്നുമല്ല. നമുക്കതൊന്നും ഓർമ്മ വരില്ല. പക്ഷെ നമ്മുടെ രക്തത്തിൽ, നമ്മുടെ സംസ്കാരത്തിൻ്റെ രക്തത്തിൽ അത് അലിഞ്ഞു കിടക്കുന്നുണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ സജയ്ക്കും ഇഷ്ടമുള്ളൊരു പാട്ടായിരിക്കും ശ്രാന്തമമ്പരം എന്ന് പറയുന്ന, തീർച്ചയായും ശങ്കരക്കുറുപ്പിൻ്റെ സാഗരഗീതം എന്ന് പറയുന്ന സംഗതി. അത് സാധാരണ ഒരു മനുഷ്യന് ഇത് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. അതിൻ്റെ വാക്ക് മാത്രമായിട്ട് നിൽക്കും. ഇപ്പോൾ ശ്രാന്തമമ്പരം നിതാഘോഷ്മളം സ്വപ്നാക്രാന്തം താന്തമാരബ്ധക്ലേശം രോമന്ധം മമസ്വാന്തം ദൃപ്തസാഗര ഭവദ്രൂപദർശനാൽ അർത്ഥസുപ്തമെന്നാത്മാവ് അന്തർലോചനം തുറക്കുന്നു. നീ അപാരതയുടെ നീലഗംഭീരോദാര ഛായ നിന്നാശ്ലേഷത്താൽ എന്മനം ജൃംഭിക്കുന്നു എന്നാണ്. നമ്മൾ മലയാളം പഠിച്ചതുകൊണ്ടും സാഹിത്യത്തിൽ പിന്നാലെ നടന്നുകൊണ്ടും നമുക്കതിൻ്റെ ഏതാണ്ടൊക്കെ പിടികിട്ടി. പക്ഷേ സാധാരണ മനുഷ്യന് സുഭാഷ് പാർക്കിൽ ഈ ഒരു സാഹിത്യ സദസ്സിനല്ലാതെ വെറുതെ നടക്കുന്നൊരു മനുഷ്യനോട് ഈ വരികൾ പറഞ്ഞാൽ അവർ പേടിച്ചു പോകും. ഇതെന്താണെന്ന് മനസ്സിലാവില്ല. അതതിൻ്റെ ശബ്ദതലമാണ്. അപ്പോൾ ശബ്ദതലത്തിനെ മനസ്സിലാക്കണമെങ്കിൽ അടുത്ത തലത്തിൽ അതിൻ്റെ അർത്ഥതലം മനസ്സിലാക്കണം. അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് ഗംഭീരനായ ഒരു കവി, ശങ്കരക്കുറുപ്പിനെ പോലെ ഗംഭീരനായ ഒരു കവി അതിഗംഭീരമായ ഒരു സമുദ്രത്തിൻ്റെ മുമ്പിൽ ഏകാഗിയായിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക ഭാവങ്ങളാണ് എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ദൃപ്തസാഗര ഭവദ്രൂപദർശനാൽ, നിൻ്റെ ഈ ഗംഭീരമായ രൂപം കാണുമ്പോൾ അർത്ഥസുപ്തമെന്നാത്മാവ്, പകുതി മയക്കത്തിലായ എൻ്റെ ആത്മാവ് അന്തർലോചനം തുറക്കുന്നു, എൻ്റെ ഉൾക്കണ്ണ് തുറക്കുന്നു. നീ അപാരതയുടെ നീലഗംഭീരോദാര ഛായ, നീയാണ് അപാരതയുടെ അനന്തതയുടെ നീല നിറത്തിലുള്ള ഗംഭീരമായിട്ടുള്ള ഛായ. നിന്നാശ്ലേഷത്താൽ എൻ മനം ജൃംഭിക്കുന്നു. നീ കെട്ടിപ്പുണരുമ്പോൾ എൻ്റെ മനസ്സ് ജൃംഭിക്കുന്നു, അത് വിജൃംഭിക്കുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അതിനകത്ത് മനസ്സിലായി. ശബ്ദതലം കഴിഞ്ഞ് അർത്ഥതലത്തിലേക്ക് എത്തിയപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇതായിരുന്നു ശങ്കരക്കുറുപ്പ് ഉദ്ദേശിച്ചിരുന്നത്. അത് യേശുദാസ് ശ്രാന്തമമ്പരം നിതാഘോഷ്മള സ്വപ്നാക്രാന്തം താന്തമാരബ്ധക്ലേശ രോമന്ധം മമ സ്വാന്തം ശ്രാന്തമമ്പരം ദൃപ്തസാഗര ഭവദ്രൂപദർശനാൽ അർത്ഥസുപ്തമെന്നാത്മാവന്തർലോചനം തുറക്കുന്നു. നീ അപാരതയുടെ നീല
ഗംഭീരോദാരച്ഛായ നിന്നാശ്ലേഷത്താൽ എൻ മനം ജൃംഭിക്കുന്നു ശ്രാന്തമമ്പരം. ഇത് നമുക്ക് കുറച്ചും കൂടി മനസ്സിലായി. അത് ആ ഭാവം വന്നപ്പോൾ ഇതാണോ ഈ കാലൻ പറഞ്ഞത്, ഇതാണോ ഈ കാലൻ പാടിയതെന്ന് നമുക്കൊരു ആദരവിൻ്റെ ഒരു അംശം വരും. ഇത് മുഴുവനായിട്ട് കേൾക്കുമ്പോൾ സാഗരത്തെ സംബന്ധിക്കുന്നത് നമ്മുടെ ആത്മാവിനെ സംബന്ധിക്കുന്നതുമായിട്ടുള്ള ഒരു അലൗകികമായിട്ടുള്ള അനുഭൂതി നമ്മുടെ രക്തത്തിലേക്കും നമ്മുടെ ആത്മാവിലേക്കും കയറും. ഇതാണ് സത്യത്തിൽ സംസ്കാര രൂപീകരണം സാധിക്കുന്ന സാഹിത്യവും സംഗീതവും നിർവഹിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാത്തിലും ഒന്ന് തന്നെയാണ്. നമ്മുടെ ഈ സർഗാത്മയുടെ പ്രഭവ കേന്ദ്രം ഒന്ന് തന്നെയാണ്. അതിന് നമ്മൾ ഇതിനകത്താണോ നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്, അത് വിടർന്ന് വരിക ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്കറിയാം, സച്ചിൻ തെണ്ടുൽക്കറുടെ അച്ഛൻ രമേശ് തെണ്ടുൽക്കർ ഗംഭീരനായ ഒരു കവിയായിരുന്നു, മറാത്തി കവി. അദ്ദേഹം സംഗീതത്തെ അത്രമേൽ സ്നേഹിച്ചുകൊണ്ട് തൻ്റെ മകൻ താൻ സാഹിത്യത്തിൽ ഒരു മട്ടിലായി, എൻ്റെ മകൻ സംഗീതത്തിൽ വലിയ ആളാവണമെന്ന് എഴുതിയിട്ടാണ് സച്ചിൻ ദേവ് ബർമൻ്റെ ആരാധകനായ അദ്ദേഹം സച്ചിൻ എന്ന പേര് കൊടുത്ത് മകനെ വളർത്തിയത്. പക്ഷേ അവൻ പാട്ടുപാടിയതും കവിത എഴുതിയതും ക്രിക്കറ്റിലാണ്. ലോകോത്തരനായ ക്രിക്കറ്ററായിട്ടാണ്. അദ്ദേഹത്തിന് പാടാനോ എഴുതാനോ ഒന്നും അറിയില്ല. പക്ഷേ ആ ഒറ്റ സർഗാത്മകതയുടെ പ്രഭവം അദ്ദേഹത്തിൽ പ്രവർത്തിച്ചത് ക്രിക്കറ്ററായിട്ടാണ്. അപ്പോൾ ഇതും സച്ചിൻ ബാറ്റ് കൊണ്ട് കവിത രചിക്കുകയാണ് എന്ന് കാണുന്ന ഒരാൾക്ക് പറയാൻ തോന്നിക്കുന്നത് അതുകൊണ്ടാണ്. ആ ക്രിയേറ്റിവിറ്റി തന്നെയാണ് വരുന്നത്. അപ്പോൾ ഏത് തരത്തിലുള്ള സർഗാത്മകതയിൽ നമ്മൾ ഏർപ്പെടുമ്പോഴും മുഴുവൻ മനുഷ്യരാശിയുടേതുമായിട്ടുള്ള വെളിച്ചം നിറഞ്ഞിട്ടുള്ളൊരു സർഗാത്മകതയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. നമ്മുടെ ഈ സ്കിറ്റൊക്കെ അവതരിപ്പിക്കുന്ന പുതിയ കാലത്തിലെ ചില ഹാസ്യ നടന്മാർ ടി വിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തൊരു സർഗാത്മകതയുള്ള മനുഷ്യർ അവരെ അതിനൊന്നും ഒരു ശരിയായ രീതിയിൽ ചാനലൈസ് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് എന്തെല്ലാം അത്ഭുതങ്ങൾ കാണിക്കാൻ സാധിക്കുമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കും. കാരണം നമുക്ക് ഒരു ബഹുമാനം തോന്നിക്കുന്ന രീതിയിലുള്ള നർമ്മഭാവനകൾ അവരിൽ കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും. അത്ഭുതം തന്നെ എന്ന് നമ്മൾ കരുതും. അവർ പെട്ടെന്ന് വിചാരിക്കും ഇവൻ ഈ സുഭാഷ് ചന്ദ്രൻ മൊരട്ടൻ എന്തോ സാഹിത്യ സമ്മാനം കിട്ടുന്ന ആൾ എന്നെ വകവയ്ക്കില്ല എന്നായിരിക്കും അവർക്ക് തോന്നും. പക്ഷേ നമുക്ക് അയാളോട് ബഹുമാനമാണ് കാണുമ്പോൾ. ഇതിൻ്റെ അയാൾ ഒരു പ്രധാനപ്പെട്ട മനുഷ്യനാണെന്ന് നമുക്കറിയാം, വേറെ രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് ആവശ്യമുണ്ട്, ജനസാമാന്യത്തിൻ്റെ ഒരു വലിയ വിഭാഗത്തിന് അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. നമ്മളെക്കൊണ്ട് നിറവേറ്റാൻ സാധിക്കാത്ത, ഇപ്പോൾ ജി ശങ്കരക്കുറുപ്പിൻ്റെ ഈ പാട്ട് കൊണ്ട് നിറവേറ്റാൻ സാധിക്കാത്ത ഒരു സർഗാത്മക സാംസ്കാരിക ആകിരണം അദ്ദേഹത്തെ കൊണ്ട് കുറേ പാവപ്പെട്ട മനുഷ്യർ കിട്ടുന്നത്. ഇപ്പോൾ സിനിമാ പാട്ടുകൾ നിർവഹിക്കുന്ന കാര്യം അതാണ്. സംഗീതത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും ഏറ്റവും ലോവസ്റ്റ് ഫോമാണ് നമുക്ക് തോന്നുമെങ്കിലും അത് ജനസാമാന്യത്തിന് അവരുടെ സംഗീതവും സാഹിത്യവും ആസ്വദിക്കുവാനുള്ള തൃഷ്ണയെ അതാണ് നിവർത്തിക്കുന്നത്. അതുകൊണ്ട് എല്ലാം പരസ്പരം കണക്റ്റഡാണ്. അപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. ജനസാമാന്യത്തിന് വേണ്ട എഴുത്തിനെയാണല്ലോ ജനപ്രിയ സാഹിത്യം എന്നും അത് ഫിക്ഷൻ ആണെങ്കിൽ പൾപ്പ് ഫിക്ഷൻ എന്നും പറഞ്ഞു വരിക. ഇത് പൾപ്പ് ഫിക്ഷൻ്റെ ഒരു ആഘോഷകാലമാണെന്ന് നമുക്കറിയാം. എൻ്റെ ഒരു ആലോചനയിൽ എനിക്ക് തോന്നിയ ഒരു സംഗതി, ഈ പൾപ്പെന്ന് പറഞ്ഞാൽ പേപ്പറായി തീരാത്ത കുഴമ്പ് രൂപത്തിലുള്ള ദ്രവരൂപത്തിലുള്ള അർദ്ധ ദ്രവഖര രൂപത്തിലുള്ള ആ പദാർത്ഥമാണല്ലോ പൾപ്പ്. ഈ പൾപ്പ് ഫിക്ഷൻ കാലത്തെ നോവലിനെക്കുറിച്ച് ഉദാത്ത സങ്കല്പങ്ങളുള്ള എൻ്റെ രണ്ടാമത്തെ അച്ഛനാണ് ഡോസ്റ്റോവ്സ്കി എന്ന് എഴുതിയിട്ടുള്ള ആളാണ് സുഭാഷ് ചന്ദ്രൻ. രണ്ടാമത്തെ അച്ഛനാണ് ഡോസ്റ്റോവ്സ്കി എന്ന് എഴുതിയിട്ടുള്ള ഈ എഴുത്തുകാരൻ. അങ്ങനെ വലിയ മഹത്വ സങ്കല്പങ്ങളുള്ള എഴുത്തിൻ്റെ വിമലീകരണ ശേഷിയെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ള ഒരു മുതിർന്ന എഴുത്തുകാരൻ എന്ന നിലയിൽ ഈ പൾപ്പ് വസന്തത്തെ എങ്ങനെ, അല്ലെങ്കിൽ പൾപ്പ് പ്രളയത്തെ എങ്ങനെ താങ്കൾ നോക്കിക്കാണുന്നു? ഒപ്പം ആ രണ്ടാമത്തെ അച്ഛനെക്കുറിച്ചും പറയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ദ്രവരൂപത്തിലുള്ള പൾപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഓർക്കുകയായിരുന്നു. നമ്മൾ വായിച്ച് സ്വാംശീകരിച്ച നമ്മുടെ മനസ്സിൻ്റെ ഒരു തലം വച്ചിട്ടാണല്ലോ നമ്മൾ എന്തിനേയും മനസ്സിലാക്കുന്നത്. ഒരു വെളുത്ത കടലാസിൽ നടുക്ക് ഫയദോർ ദസ്തേവ്സ്കി എന്ന് മാത്രം എഴുതി നീട്ടിയാൽ എനിക്കും സജയ്ക്കും ഉണ്ടാകുന്ന വികാരങ്ങൾ വേറെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ കൃതികൾ, അദ്ദേഹത്തിൻ്റെ സങ്കീർണമായ സംഘർഷം നിറഞ്ഞ ജീവിതമെല്ലാം ഓർമ്മ വന്നിട്ട് നമുക്കൊരു ബഹുമാനം തോന്നും. ദസ്തേവ്സ്കി എന്ന് എഴുതി ഒരു കടലാസ് നീട്ടി നമ്മൾ എഴുന്നേറ്റ് നിൽക്കും. കാരണം നമ്മുടെ മനസ്സിൽ അതുണ്ടാക്കുന്ന അർത്ഥതലങ്ങൾ അപാരമായതുകൊണ്ട്.
അതേസമയം ദസ്തോവസ്കിയെ പറ്റി കേൾക്കാത്ത ഒരു പുതിയ തലമുറയിലെ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന വായിച്ചു തുടങ്ങുന്ന പുതിയ കുട്ടികൾക്ക് അതൊന്നും ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ ഒരു വാചകമോ ഒരു വാക്കോ നമ്മൾ ഇപ്പോൾ എനിക്ക് മനസ്സിൽ വന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ദൈവം മണ്ണ് കുഴച്ച് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നൊരു നമ്മുടെ ആദിമ സങ്കല്പങ്ങളിലൊന്നാണ്. മനുഷ്യ സൃഷ്ടിയെപ്പറ്റി, ആദമിനെ സൃഷ്ടിച്ചതിനെ പറ്റിയുള്ള. പക്ഷെ ദൈവം മണ്ണ് കുഴച്ചിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആ വാചകത്തിൽ മനുഷ്യ പരിണാമ ചരിത്രവും സാഹിത്യ ചരിത്രവും ഒക്കെ അറിയാവുന്ന ഒരാൾ അതിനകത്തേക്ക് നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് ഒരു മണ്ണിൻ്റെ ഒരു ഉരുളയാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. സൂര്യനിൽ നിന്ന് പൊട്ടിത്തെറിച്ച് വന്ന് ദീർഘകാലമായിട്ട് മഴ പെയ്ത് നനഞ്ഞ് കുതിർന്ന് നേരത്തെ പറഞ്ഞ പോലെ ദ്രവരൂപത്തിലേക്കുള്ള ഒരു മണ്ണിൻ്റെ ഉരുളയാണ്. അതിൽ ജീവൻ ഉത്ഭവിച്ച് അതിൽ പരിണാമ ശ്രേണികളുടെ പലതരത്തിലുള്ള ഏകകോശ ജീവികൾ, ബഹുകോശ ജീവികൾ, സങ്കീർണ ജീവികളെല്ലാം കഴിഞ്ഞ് പരിണാമ ശ്രേണിയിൽ ഇങ്ങേയറ്റത്തുള്ള മനുഷ്യനായിട്ട് ഉരുവപ്പെട്ടു വന്ന വലിയ ചരിത്രത്തെയല്ലേ ഒറ്റ വരിയിൽ പറഞ്ഞതെന്ന് എനിക്ക് തോന്നും. ദൈവം മണ്ണ് കുഴച്ച് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയും. ഇത് പക്ഷേ സാധാരണ ഒരാൾക്ക് അതിൻ്റെ പരിചയമില്ലാത്തവർക്ക് അങ്ങനെ തോന്നണമെന്നില്ല. അപ്പോൾ ഇതാണ് സാഹിത്യം ഉണ്ടാക്കുന്ന ഒരു വായനക്കാരനെ എഴുത്തുകാരനേക്കാൾ വലുതാക്കി മാത്രം സങ്കല്പിക്കുന്ന ഒരു പരിസരം അതാണ്. അതായത് മഹാനായ എഴുത്തുകാരനെ സൃഷ്ടിക്കുന്നത് മഹാനായ വായനക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മാത്രമേ ഈ മഹത്വമുള്ളൂ. സജയ് ഒരുപാട് ലോക സാഹിത്യവും ഒരുപാട് മലയാള സാഹിത്യം വായിച്ചുകൊണ്ടാണ് നേരത്തെ ആമുഖം പറഞ്ഞ മഹാനായ സുഭാഷ് ചന്ദ്രൻ എന്ന് പറഞ്ഞത്. എൻ്റെ മികവല്ല, സജയുടെ മനസ്സിൽ ഇത് പ്രതിബിംബിക്കുന്നത് അങ്ങനെയാണ്. അതേസമയം ഇവിടെ ഇരിക്കുന്ന പലരും സുഭാഷ് ചന്ദ്രനെ വായിക്കുമ്പോൾ ഇതാണോ സജയ് പറഞ്ഞ മഹാനെന്ന് ചിലപ്പോൾ സംശയം തോന്നാം. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അത് എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഒരു ഭൂപാളം എന്ന് പറയുന്ന രാഗം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ദേശ് കേൾക്കുമ്പോൾ സംഗീതത്തെ ഉപാസിക്കുന്ന, സംഗീതത്തെപ്പറ്റി അറിയാവുന്ന ഒരാളുടെ മനസ്സിലുണ്ടാകുന്ന അനുഭൂതികൾ അവാച്യമായിട്ടുള്ള അപാരമായിട്ടുള്ള ഒരുപാട് അനുഭൂതികളാണ്. പക്ഷേ അതറിയാത്ത ഒരാൾക്കത് പക്ഷേ വളരെ എലമെൻ്ററി തലത്തിൽ ഒരനുഭൂതി അയാൾക്കും ഉണ്ടാവും. കാരണം അയാൾ മനുഷ്യജന്തുവാണ്. ഈ മനുഷ്യജന്തുവിൻ്റെ ഉള്ളിൽ ഇതെല്ലാം ഉണ്ട്. അയാൾ സംസ്കരിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എത്ര ചെറുതാണെങ്കിലും അപ്പോൾ അങ്ങനെ ഒരു പൾപ്പ് ഫിക്ഷൻ എന്നൊക്കെ പറയും നമ്മൾ ഈ വായിക്കപ്പെടുന്നത് നമ്മുടെ ജനസാമാന്യത്തിൻ്റെ വായനയുടെ ആദ്യ ചവിട്ടുപടികൾ എന്നുള്ളത് എനിക്ക് പ്രധാനപ്പെട്ടതാണ്. കാരണം അവരത് മുഴുവൻ വായിച്ചിട്ട് അവരാദ്യമായിട്ടൊരു പുസ്തകം വായിക്കാൻ പഠിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കൊട്ടിഘോഷിക്കുന്ന പുതിയ കാലത്തെ പുസ്തകങ്ങൾ അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവരൊരു പുസ്തകം വായിക്കുകയാണ്. ഞാനൊരു നോവൽ വായിച്ചൂടാ എന്ന് കൂട്ടുകാരനോടോ കൂട്ടുകാരിയോടോ പറയാൻ വേണ്ടിയിട്ട് അവരുടെ ആദ്യത്തെ പുസ്തകം അതായിക്കോട്ടെ. പക്ഷേ അവരോടപ്പോൾ ആരെങ്കിലും പറയും, അപ്പോൾ നീ ആടുജീവിതം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, അതെന്താ സാധനം എന്ന് ചോദിക്കുമ്പോൾ ബെന്യാമിൻ എഴുതിയ നോവൽ വായിച്ചോക്കെ എന്ന് പറയും. അപ്പോൾ അയാൾ രണ്ടാമത്തെ നോവലായിട്ട് അത് വായിക്കുകയാണ്. അതിനുശേഷം ആരെങ്കിലും പറയും KR മീരയുടെ അപ്പോൾ ആരാച്ചാര്യ വായിച്ചിട്ടുണ്ടോ, അപ്പോൾ അത് വായിക്കുമ്പോൾ അയാൾക്ക് ഒരു വികാസം ഉണ്ടാവണം. അങ്ങനെ പടിപടിയായിട്ട് വലിപ്പങ്ങളിലേക്ക്, മഹത്വങ്ങളിലേക്ക് കടന്നു പോകാൻ. സുഭാഷ് ചന്ദ്രൻ്റെ 18ാം പടിയായ ഡോസ്റ്റോവ്സ്കിയിലേക്ക് വരികയാണെങ്കിൽ, അപ്പോൾ പൾപ്പ് ഫിക്ഷൻ എഴുതുന്നവർ അത് എഴുതിക്കോട്ടെ, വായിക്കുന്നവർ വായിച്ചോട്ടെ. അങ്ങനെ പടിപടിയായിട്ട് അവർ ചെന്നെത്തേണ്ട ഇടമായി സുഭാഷ് ചന്ദ്രനിലെ വായനക്കാരനും എഴുത്തുകാരനും കാണുന്ന ഡോസ്റ്റോവ്സ്കിയിലേക്ക് നമുക്ക് വരാം. സമയം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ദസ്തോവ്സ്കിൻ്റെ രണ്ടാമത്തെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഓർമ്മക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. എനിക്ക് 10ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഒരു റംസാൻ ദിവസം എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ അവൻ്റെ അച്ഛൻ മീദിനിക്കാന്ന് ഞാൻ വിളിച്ചിരുന്ന അദ്ദേഹമാണ് എനിക്ക് മെഹദി ഹസൻ്റെ ഒരു ഗസലും ദസ്തോവ്സ്കിയുടെ കാരമസോ ബ്രദേഴ്സും മോൻ ഇത് രണ്ടും അനുഭവിക്കണം, ഇത് സംഗീതത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും രണ്ട് പീക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പീക്ക് എന്നുള്ള വാക്ക് എനിക്കറിയാം, ഞാൻ മലയാളം മീഡിയം പഠിച്ചാൽ ഇതെന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. സംഗീതത്തിൻ്റെയും സാഹിത്യത്തിൻ്റെ രണ്ട് പീക്കുകൾ എന്ന് പറഞ്ഞിട്ട് തന്ന. അപ്പോൾ ഞാൻ ആദ്യം ഡിക്ഷണറി എടുത്തിട്ട് ഈ പീക്ക് എന്താണെന്ന് നോക്കിയപ്പോൾ കൊടുമുടിയാണ് എന്ന് മനസ്സിലായി. പിന്നെ അത് കഷ്ടപ്പെട്ട് മെഹദി ഹസൻ ആദ്യമായിട്ട് ഗസൽ കേൾക്കുകയാണ് 14 വയസ്സിൽ. അതും മെഹദി ഹസൻ്റെ ലെജൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും മികച്ച ഗാനങ്ങളുള്ള ആൽബമാണ്. ഈ ദസ്തോവ്സ്കിയുടെ ഇത് ഇംഗ്ലീഷായിരുന്നു. 2 ഭാഗങ്ങളായിട്ടുള്ള ഗ്രിഗറി റബാസ എന്ന് പറയുന്ന ആൾ വിവർത്തനം ചെയ്തിട്ടുള്ള 2 വോളിയായിട്ടുള്ള കാരമസോ ബ്രദേഴ്സാണ്. അത് പക്ഷേ ഞാൻ വിചാരിച്ചുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു ചെറിയ ലോട്ടസ് എന്ന് പറയുന്ന ഒരു കമ്പനിക്കാരുടെ ചെറിയൊരു ഡിക്ഷണറി വാങ്ങിക്കൊണ്ട് 20 രൂപയ്ക്ക് ഡിക്ഷണറി വാങ്ങിക്കൊണ്ട് വന്നിട്ട് എൻ്റെ വീട്ടിൽ അങ്ങനെ ഡിക്ഷണറി ഒന്നും ഇല്ലാത്ത എൻ്റെ അച്ഛൻ്റെ കമ്പനി തൊഴിലാളിയായിരുന്നു. ഞങ്ങൾ 5 മക്കളുടെ ഇളയാളാണ് ഞാൻ. അപ്പോൾ അത് നോക്കിയിട്ട് ഓരോ വാക്കുകൾ നോക്കിയിട്ടും കഷ്ടപ്പെട്ട് 2 വോളിയം ഞാൻ വായിച്ചു തീർന്നു. അത് 14 വയസ്സുള്ള കുട്ടി ഒരുപാട് സാഹിത്യം, അതായത് സാഹിത്യമാണെന്ന് കരുതി എൻ്റെ അച്ഛൻ കൊണ്ടുവന്ന് വായിച്ചിരുന്ന കുറേ സാധനങ്ങൾ, ഒരു കുടയും കുഞ്ഞുമംഗളും മുതൽ ഖസാക്കിൻ്റെ ഇതിഹാസം വരെയാണ് അച്ഛൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ. അതെല്ലാം ഞാൻ അച്ഛനെ പിൻപറ്റി വായിച്ചിട്ട്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ദൈവമേ എന്ന് വിളിച്ചു പോയിട്ടുള്ള ഒരു കൃതിയായിരുന്നു ഈ പുസ്തകം. കാരമസോ ബ്രദേഴ്സ് വായിച്ചിട്ട് അക്ഷരാർത്ഥത്തിൽ ഞാൻ
ഇതൊരു ഈ സംഗീതം കേൾക്കുന്ന പോലെ നമുക്ക് യേശുദാസിനോടൊക്കെ തോന്നുന്ന, മെഹദി ഹസനോടൊക്കെ തോന്നുന്ന ഒരു ആദരം മൂത്തിട്ട് ഭക്തിയാവുന്ന തരത്തിലുള്ളൊരു സംഗതിയുണ്ടല്ലോ, അത് അക്ഷരം കൊണ്ട് സാധിക്കും എന്ന് മനസ്സിലാക്കിയത് അന്നാണ്. അപ്പോൾ ഞാൻ ഇപ്പം രണ്ടാമത്തെ അച്ഛൻ എന്ന് പറഞ്ഞ് അങ്ങനെ എഴുതിയെങ്കിലും സാഹിത്യത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ ഒരു പ്രയോഗമാണ് ഈ അച്ഛൻ എന്ന് പറഞ്ഞത്. എഴുത്തച്ഛൻ, നമ്മുടെ ഭാഷയുടെ, നമുക്കിന്ന് എഴുത്തച്ഛനെടുത്ത ഭാഷ ക്രമക്കണക്കെ ശരണം എന്നൊക്കെ പറഞ്ഞിട്ട് സംസ്കാരത്തിനും ഭാഷയ്ക്കും അങ്ങനെ ഒരച്ഛനല്ല. ഈ ഒറ്റത്തന്തയ്ക്ക് പറക്കുക എന്ന് പറഞ്ഞാൽ സംസ്കാരത്തെ സംബന്ധിച്ച് വലിയ അഭിമാനാർഹമായ കാര്യമൊന്നുമല്ല. നിങ്ങൾ ഒരുപാട് തന്തമാരുടെ മക്കളാകേണ്ടിയിരിക്കും, നിങ്ങൾ മികച്ച ഒരു സംസ്കാരത്തിൻ്റെ ആൾ. ഒരു തന്തയ്ക്ക് എഴുത്തച്ഛനാണ് നമ്മുടെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്ന കാര്യമല്ല. ചെറുശ്ശേരിയാണ് നമ്മുടെ അച്ഛൻ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സമകാലീനായ ഏതെങ്കിലും അങ്ങനെ ഒരു അച്ഛൻ പ്രയോഗം സംസ്കാരത്തിനില്ല, പ്രത്യേകിച്ച് സാഹിത്യത്തിനില്ല. ഒരുപാട് പിതാക്കന്മാരുടെ ഒരൊറ്റ മകനായി തീരുന്ന അത്ഭുതമാണ് ഈ സർഗാത്മകത എന്ന് പറഞ്ഞാൽ. നമ്മുടെ സ്വാധീനിക്കപ്പെട്ടുള്ള ഒരുപാട്. പക്ഷെ അതിൽ എൻ്റെ മനസ്സിൽ ഏറ്റവും ആദ്യം തെളിയുന്ന രൂപം ദസ്തയേവ്സ്കിയുടെ രൂപം തന്നെയാണ്. ഇവിടെ ഒന്ന് പറയാൻ അനുവദിക്കുമെങ്കിൽ പറയട്ടെ. എൻ്റെ ഒരു ആദ്യ പുസ്തകത്തിൻ്റെ മുഖവുരയിൽ എൻ്റെ അച്ഛനേക്കാൾ അച്ഛനായ കുമാരനാശാൻ എന്ന് എഴുതിയ ആളാണ് ഞാൻ. അപ്പോൾ ഈ ദസ്തയേവ്സ്കിയുടെ ഒരു സ്വാധീനം സുഭാഷിൻ്റെ എഴുത്തിൽ പലതരത്തിലാണ്. ഒരു നിരൂപക കാക ഗൃഗ്ധ ദൃഷ്ടിയിൽ നോക്കിയാൽ തെളിയുന്ന സ്വാധീനം, പരോക്ഷ സ്വാധീനം അല്ലെങ്കിൽ നിലീന സ്വാധീനം, അദൃശ്യമായ സാന്നിധ്യം എന്ന് പറയുന്നത് ദൃശ്യമാകുന്നത് 1.5 മണിക്കൂർ എന്ന കഥയിലാണ്. പേര് പറയാതെ ഡോസ്റ്റോവ്സ്കി കഥാപാത്രമാകുന്ന ഒരു തീവണ്ടി യാത്രയിൽ സംഭവിക്കുന്ന കഥയാണെന്ന് വായിച്ചിട്ടുള്ളവർക്കറിയാം. ഇവിടെയുള്ള എല്ലാവരും വായിച്ചിട്ടുണ്ടാവും ആ ഗംഭീര കഥ. ഇപ്പം ഞാനും ഗംഭീര കഥയെന്ന് പറഞ്ഞു, കാരണം സുഭാഷിൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ 4 വട്ടമെങ്കിലും ഉച്ചരിക്കപ്പെട്ട വാക്കാണ് ഗംഭീരം. ഈ ഗംഭീരം എന്ന വാക്കിന് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധാരണ അർത്ഥമല്ല ഉള്ളത് എന്ന് ഞാൻ അടുത്തിടെയാണ് മനസ്സിലാക്കുന്നത്. ആഴമേറിയതിൻ്റെ പേരാണ് ഗംഭീരം. അതുകൊണ്ട് കാളിദാസൻ മേഘസന്ദേശത്തിൽ പറയുന്ന ഒരു നദിയുടെ പേര് ഗംഭീര എന്നാണ്. എൻ്റെ ഭാഷ എന്ന കവിതയിൽ സന്നികൃഷ്ടാബ്ധിതൻ ഗംഭീര ശൈലിയും എന്നൊരു വരിയുണ്ട് വള്ളത്തോളിൻ്റെ. അത് ആഴത്തിൻ്റെ പേരാണ്. ഇങ്ങനെയുള്ള ഭാഷാ സൂക്ഷ്മതയുടെ എഴുത്തുകാരൻ കൂടിയാണ്. വാക്കിനെ അതിൻ്റെ മാറ്ററിഞ്ഞ്, അതിൻ്റെ തൂക്കം നോക്കി, അതിൻ്റെ തിളക്കം നോക്കി, അതിൻ്റെ ടെക്സ്ചർ നോക്കി, അതിൻ്റെ പരിപരുപ്പവും മിനുസവും നോക്കി ലാളനയോടെ അങ്ങേയറ്റത്തെ പരിഗണനയോടുകൂടി ഉപയോഗിക്കുന്ന ആളുടെ പേരാണ് വലിയ എഴുത്തുകാരൻ എന്നത്. ആ ഭാഷാരതി ഇക്കാലത്ത് ഏറ്റവും അധികം പുലർത്തുന്ന എഴുത്തുകാരിലൊരാളും സുഭാഷ് ചന്ദ്രനാണ്. അദ്ദേഹം നമ്മുടെ ഭാഷയിൽ കോയിൻ ചെയ്ത് സമ്മാനിച്ച, ഭാഷയ്ക്ക് സമ്മാനിച്ച, നമുക്ക് സമ്മാനിച്ച ചില വാക്കുകൾ തന്നെയുണ്ട്. അതിലേറ്റവും ഒടുവിലത്തേത് പറയാൻ എനിക്ക് വലിയ കൗതുകമുണ്ട്. അമോദി എന്നൊരു വാക്കാണ്. ജ്ഞാനസ്നാനം എന്ന കഥയുടെ ഒടുവിൽ അമോദി. അതിൻ്റെ അർത്ഥാന്തരങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, നിങ്ങൾക്കറിയാതെ അറിയാമെന്ന് എനിക്ക് തീർച്ചയുണ്ട്. ഹൂ ഈസ് എൻ അമോദി എന്ന്. ഈ സുഭാഷ് ചന്ദ്രൻ തുടക്കകാലത്ത് ജഡമെന്ന സങ്കല്പം എന്ന കഥയിൽ ഗാകുള സ്വരങ്ങളെന്ന് പറയും. ശവത്തിൽ, പിണത്തിൽ പുഴു നുരയ്ക്കുന്നതിൻ്റെ ശബ്ദമാണ്, അല്ലെങ്കിൽ ജലവും പുഴു നുരയ്ക്കുന്ന ജീർണ ദേഹവും ചേർന്ന് നിർമ്മിക്കുന്ന ശബ്ദമാണ് ഗാകുള സ്വരം. ഇന്ന് ഇവിടെ ഇപ്പോൾ പരാമർശിച്ച 1.5 മണിക്കൂറിൽ പറയുന്നുണ്ട്, തീവണ്ടി സ്റ്റേഷനോട് അടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എഴുതുന്ന ഉരുക്കിൻ്റെ ഉരകാവതാരം. ഒരു ഇൻസ്റ്റൻറ്റ് ട്രാൻസ്ലേഷൻ നിങ്ങൾ എന്നെ അനുവദിക്കുമെങ്കിൽ, ദ സെർപ്പൻറ്റൈൻ ഇൻകാർണേഷൻ ഓഫ് സ്റ്റീൽ. ഇംഗ്ലീഷിലേക്കൊക്കെ പോട്ടെ, ലോകഭാഷകളിലേക്ക് പോകുമ്പോൾ അങ്ങനെയായിരിക്കും അത് പരിഭാഷപ്പെടുക. ദ സെർപ്പൻറ്റൈൻ ഇൻകാർണേഷൻ ഓഫ് സ്റ്റീൽ. എന്തിന് ഞാൻ എൻ്റെ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ ആഴ്ച ട്രാൻസ്ലേഷൻ ക്ലാസ്സിൽ കൊടുത്ത ഒരു അസൈൻമെൻറ്റ്, ട്രൈ ടു ട്രാൻസ്ലേറ്റ് സമുദ്രശില ഇൻ ടു ഇംഗ്ലീഷ്. ദറ്റ് ടൈറ്റിൽ, സമുദ്രശില എങ്ങനെ ഇംഗ്ലീഷിലാക്കും? ആ നോവലല്ല, ആ തലക്കെട്ട്. അതുപോലെ മനുഷ്യരാമുഖത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ കാണുന്ന മരണവീട്ടമ്മ എന്ന പ്രയോഗം എങ്ങനെ ഇംഗ്ലീഷിലാക്കും? ആക്കിയിട്ടുണ്ട്. EV ഫാത്തിമ ടീച്ചർ എന്ന ട്രാൻസ്ലേറ്റർ അത് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അധികം സമയം ഞാൻ കവരില്ല എന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ എഴുത്തുകാരനിലേക്ക് വീണ്ടും തിരിയാം. സുഭാഷ് ചന്ദ്രൻ എന്ന എഴുത്തുകാരൻ്റെ ഭാഷാരതിയെപ്പറ്റി, ഭാഷാഭിരതിയെപ്പറ്റി കേൾക്കാം അദ്ദേഹത്തിൽ നിന്ന് നമുക്ക്. ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിനോദമാണത്. അത് പക്ഷേ ഈ രതി എന്ന് പറയുന്ന സംഗതി എപ്പോഴും അശ്ലീലമായി തീരാൻ വലിയ സാധ്യതയുള്ള സംഗതിയാണ്. അത് പരസ്യം എന്നെ ഒന്ന് ഇടപെടാൻ അനുവദിക്കുമെങ്കിൽ 2 ചോദ്യങ്ങൾ ഒരുമിപ്പിക്കാൻ വേണ്ടിയാണ്, സമയം ലാഭിക്കാൻ വേണ്ടിയാണ്. രതി സുഭാഷ് ചന്ദ്രൻ്റെ കഥകളിലെ, നോവലുകളിലെ ഒരു പ്രധാന പ്രമേയമാണ്. തൽപ്പം പോലുള്ള, വിഹിതം പോലുള്ള കഥകളിലും നോവലുകളിലും. അപ്പോൾ ഈ രതിയും ഭാഷാരതിയും ഒരുമിച്ച് പരാമർശിക്കപ്പെടുന്ന ഒരു മറുപടിയിലേക്ക് നമുക്ക് പോവാം.
വാഗ്ദേവതയുമായി ചെയ്യുന്ന രതിയുടെ സന്തതിയാണ് നല്ല സാഹിത്യം എന്ന് വിചാരിക്കുന്നതാണ് ഞാൻ. വാഗ്ദേവതയാവട്ടെ എളുപ്പം വഴങ്ങിത്തരുന്നവളല്ല, എളുപ്പം ശമിക്കുന്നവളല്ല. അപ്പോൾ എഴുത്തുകാരൻ്റെ ഒരു ചേതന അത്രമേൽ പണിയെടുക്കേണ്ടതുണ്ട്, അത്രമേൽ അതിനകത്ത് ആമഗ്നമാകേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. വാക്ക് ആണ് മനുഷ്യന് സൃഷ്ടിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാധനം. നമ്മൾ രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വാക്കുകൾ മുഴുവൻ നമ്മുടേതല്ല. മുമ്പ് ആരോ ഉണ്ടാക്കി വെച്ച വാക്കുകൾ മാത്രം നമ്മൾ പുനരാവർത്തനം, ഈ പ്ലാസ്റ്റിക് ചംക്രമണം എന്നൊക്കെ പറയുന്ന പോലെ ഇതിനെ വീണ്ടും റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുക മാത്രം നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഒറിജിനലായിട്ടുള്ളൊരു പുതിയ വാക്ക് സൃഷ്ടിക്കുക എന്നുള്ളതാണ് മനുഷ്യ സർഗാത്മകതയുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു സംഗതി. ഇപ്പോൾ ചിത്രകാരന് നിറങ്ങൾ ചേർത്ത് സൃഷ്ടിക്കാവുന്ന ഒരു പുതിയ നിറം എന്നുള്ള സംഗതിയില്ല. ലോകത്ത് എല്ലാ നിറങ്ങളും സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു. സംഗീതജ്ഞന് ഒരു പുതിയ സ്വരം സൃഷ്ടിക്കാൻ സാധിക്കില്ല. ലോകത്ത് സാധ്യമായ എല്ലാ സ്വരങ്ങളും ഓൾറെഡി ഉണ്ട്. എന്നാൽ എഴുത്തുകാരന് മാത്രമാണ് ഒരു പുതിയ പദം കോയിൻ ചെയ്യുകയോ ഉണ്ടാക്കുകയോ ഭാഷയിലേക്ക് സമ്മാനിക്കുകയോ ചെയ്യാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ 80 വയസ്സ് വരെ നമ്മളൊക്കെ ജീവിക്കുമെന്ന് സങ്കല്പിക്കാം. അങ്ങനെ സാധ്യമില്ല. നമ്മുടെയൊക്കെ രോഗങ്ങൾ വെച്ചിട്ട് നമ്മൾ അതിന് മുമ്പൊക്കെ പോവും. പക്ഷേ എങ്കിലും അത്രയും കാലം കൊണ്ട് നമുക്ക് ഭാവിയിൽ നമ്മുടെ ഭാഷ ഉപയോഗിക്കാൻ സാധ്യതയുള്ള എന്നുറപ്പുള്ള ഒരു വാക്ക് നമുക്ക് സമ്മാനിക്കാൻ സാധിക്കുമോ എന്ന് വെച്ചാൽ നമ്മൾ നടുങ്ങിപ്പോവും. കാരണം നമ്മൾ ഉപയോഗിച്ചിട്ട് എല്ലാ വാക്കുകളും ഭാഷാ പണ്ഡിതന്മാർ നിർമ്മിച്ചിട്ടുള്ളതല്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. സാധാരണ മനുഷ്യൻ അവൻ്റെ അനുഭൂതിയെയും ആ വസ്തു ഉൽപ്പാദിപ്പിക്കുന്ന ആശയത്തെയും ചേർത്തിട്ട് ഒരു നിമിഷം കൊണ്ട് ഉണ്ടാക്കുന്ന വാക്കാണ്. ഞാൻ കരിമ്പ് എന്നൊരു വാക്ക് ഉണ്ടാവുന്നതിനെ പറ്റി സമുദ്രശീലയിലൊരു അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഒരു പുതിയ വാക്കിനെ സൃഷ്ടിക്കുക, അതിൻ്റെ തത്സമങ്ങൾ സൃഷ്ടിക്കുക എന്ന് പറയുന്നതാണ് ഭാഷയിലെ ഏറ്റവും പ്രാഥമികമായ രതി എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കൂ, നിശാഗന്ധി നീ എത്ര ധന്യ എന്നൊക്കെ കേൾക്കുമ്പോൾ നല്ല ഭംഗിയാണ്. രാത്രി വിരിയുന്ന കുറച്ച് നിഗൂഢതയുള്ള, രാത്രിഞ്ചരന്മാർക്കും കാമുകന്മാർക്കും ഭ്രാന്തന്മാർക്കും കൂടുതൽ ഭ്രാന്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് നിഗൂഢ തലങ്ങളുള്ള ഒരു പൂവാണ്. അത് ഇലയിൽ നിന്നാണ് വിരിയുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇലയിൽ നിന്നാണ് അതിൻ്റെ പൂവുണ്ടായത്. അതിന് മലയാള പദം ഞാനിപ്പോൾ ഉണ്ടാക്കണം കഷ്ടപ്പെട്ട്. നിശാഗന്ധി, നിശയ്ക്ക് രാത്രി, ഗന്ധിക്ക് മണമുള്ളത്, നാറുന്നത് എന്നൊക്കെ പറയാം. നാറി, കൈതേ, കന്നി നിലാവത്ത്, കസ്തൂരി പൂശുന്ന കൈതേ കൈതേ കൈനാറി എന്ന് പി ഭാസ്കര മാഷ എഴുതുമ്പോൾ നല്ല പാട്ടാണ് അത്. കൈനാറി എന്ന് പറയുന്ന പൂവാണ്, കൈനാറി പൂവാണ്. എന്നാൽ നിശാഗന്ധിക്ക് ഞാൻ തത്സമം മലയാളം ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ രാനാറി എന്നൊരു വാക്കുണ്ടാക്കി കഴിഞ്ഞാൽ മോശമാണ്. നിശാഗന്ധി ഉണ്ടായി നിൽക്കുന്ന ആ തലം, ആ വിരിഞ്ഞു നിൽക്കുന്ന രാത്രി എവിടെ? രാനാറി പൂവ് വിരിഞ്ഞു നിൽക്കുന്ന രാത്രി എവിടെ? അപ്പോൾ അത് പദലീല കൊണ്ട്, ഇത് ഞാൻ പറഞ്ഞത് പദലീല കൊണ്ട് വെറുതെ അശ്ലീലത്തിലേക്ക് അതിനെ ചാടിക്കാൻ നോക്കും. മലയാളം കൂടുതൽ പച്ച മലയാളം ഉണ്ടാക്കുന്നതല്ലേ നല്ലതെന്നല്ല. നിശാഗന്ധി എന്നുള്ള വാക്കും നമുക്ക് വേണ്ട. അതുകൊണ്ട് നമ്മൾ രാനാറി എന്ന് ഉപയോഗിക്കാം. ഗംഭീരമാണല്ലോ എന്ന് പറയാം. ഗംഭീരമല്ല അത് രസകരമായ കോയിനാണെങ്കിൽ അതെ കൂടുതൽ നാറും. അപ്പം നാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ഗന്ധം ഉൽപ്പാദിപ്പിക്കുക എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന, നമ്മൾ ഈ സവർണ ഫ്യൂഡൽ തമ്പുരാക്കന്മാരാണ് നാറിയൊക്കെ ചീത്തപ്പദങ്ങളാക്കി മാറ്റിയത്. ഇപ്പോൾ വിയർക്കുന്നവനെ നാറി എന്ന് വിളിക്കുന്നത് അവൻ്റെ ഒരു രീതിയാണ്. പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന അവന് നാറി എന്ന് പറഞ്ഞാൽ വിയർപ്പ് നാറിയാണ്. കൈനാറി എന്ന് പറഞ്ഞാൽ കയ്യിലേക്ക് മണം പുരട്ടിത്തരുന്ന പൂവിൻ്റെ അത്ര മണമുള്ള പൂവിൻ്റെ പേരാണ് കൈനാറി. തൊട്ടാൽ കൈ മണക്കും എന്നാണ്. അപ്പോൾ അത് വാക്കുകൾക്ക് വേരുകളുണ്ട്. ആ വേരുകളിൽ നിന്ന് പൊട്ടിച്ചെടുക്കുമ്പോൾ ആ വാക്ക് വാസനിക്കും. അതിൻ്റേതായൊരു സുഗന്ധം അതുണ്ടാക്കും. അതിനെ മനസ്സിലാക്കുമ്പോഴാണ് സാഹിത്യത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. നമ്മൾ സാഹിത്യ നിർമ്മാണം എന്ന് പറയുന്നത് ഏത് സർഗാത്മക സൃഷ്ടിയുടെ നിർമ്മാണം പോലെയും വളരെ ശ്രദ്ധയോടെ, നമുക്കതിനകത്ത് ജനാധിപത്യം എന്നൊന്നും പറഞ്ഞ് സ്നേഹിക്കാൻ പറ്റില്ല. പാവം അവനെ എഴുതിക്കോട്ടെ, അതിന് ചീത്ത പറഞ്ഞതിനാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം സാഹിത്യം ഒരു വഞ്ചി ഉണ്ടാക്കുന്ന ആൾ അതിൻ്റെ കേവുഭാരവും അതിൻ്റെ പ്ലവന തത്വങ്ങളും പാലിച്ചുകൊണ്ട് വേണം അതുണ്ടാക്കാൻ. അതിനത്ര കേവുഭാരമുണ്ട്, അതിനത്ര പേര് കയറി മുങ്ങരുത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ചുണ്ടൻ വള്ളം സൃഷ്ടിക്കുന്ന ഒരാൾ എത്ര ഗംഭീരമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അയാൾ ഉണ്ടാക്കുന്ന വഞ്ചി പെട്ടെന്ന് മുങ്ങുമ്പോൾ പാവം, അവനൊരു പാവപ്പെട്ടവനല്ല, അത് ഒരുപാട് പേരുടെ മരണത്തിന് കാരണമാക്കുന്ന ഒരു വഞ്ചി അപകടം നടന്നിട്ട് നമ്മൾ അവനെ വിമർശിക്കരുതെന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. കേസാണ്, കൊലപാതകയാണ്.
അതിനേക്കാളൊക്കെ എത്രയും ഉന്നതമായിട്ടുള്ള ഒരു സർഗാത്മക നിർമ്മാണമാണ് എഴുത്തിൽ ശരിക്കും സാധിക്കുന്നത്, എഴുത്തുകാരൻ സാധിക്കും. കാരണം അവനാണ് സാംസ്കാരിക നായകൻ എന്നറിയപ്പെടുന്നത്, അവനെയാണ് ആളുകൾ പത്മശ്രീ കൊടുത്ത് ബഹുമാനിക്കുന്നത്, അല്ലാണ്ട് ഈ പാവപ്പെട്ട ചമ്പക്കുളം തച്ചനെയല്ല. പക്ഷേ ഈ ചമ്പക്കുളം തച്ചൻ്റെ 7 അയലൊക്കത്ത് നിൽക്കാൻ യോഗ്യതയില്ലാത്ത ഒരുപാട് പേര് ഈ പറഞ്ഞ ഈ പാവം അല്ലെങ്കിൽ ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുത്തുകാരായിട്ട് വിലസും. നിങ്ങൾക്ക് ഒരു ഗസലിൽ 6 മിനിറ്റിൽ കയറിയിട്ട് തബല കൊട്ടണമെങ്കിൽ നിങ്ങൾ തബല എത്ര കാലം അഭ്യസിക്കണം? തബലയുടെ താളക്രമങ്ങളും ചൊൽക്കെട്ടുകളും പഠിച്ച് എത്ര കാലം അഭ്യസിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് 5 മിനിറ്റ് ഒരു പാട്ടിന് തബല വായിക്കാൻ സാധിക്കും? നമ്മളൊരു തബലിസ്റ്റിനെ ബഹുമാനിക്കും. നമുക്ക് ഇവൻ തബല കൊട്ടുമെന്ന് പറഞ്ഞ് കാണിച്ചാൽ ആരും അവൻ്റെ ബഹുമാനത്തോടെ നോക്കുക, കൈ കൊടുക്കും. പക്ഷേ ഇവനൊരു കവിയാണെന്ന് പറഞ്ഞാൽ അയ്യോ നമസ്കാരം എന്ന് പറയും. ഇവൻ പൊട്ട കവിതകൾ എഴുതുന്നത്. ഇവന് ഈ തബല കൊട്ടുന്നവൻ ഉണ്ടാക്കിയിട്ടുള്ള അധ്വാനമോ തബലയിൽ അവൻ ആത്മാർപ്പണം ചെയ്തിട്ടുള്ള അവൻ്റെ ദിനരാത്രങ്ങളോ ഒന്നും ഇവന് ബാധകമല്ല, സാധകം. അവൻ ഫേസ്ബുക്കിൽ 10 കവിത എഴുതി, അല്ലെങ്കിൽ അവൾ 10 കവിത എഴുതി, കുറേ ഗംഭീര കവിത എന്നൊക്കെ ആളിപ്പോൾ സജയ് എന്നെ പൂഴ്ത്തിയതുപോലെ തന്നെ പറയും. സ്നേഹം കൊണ്ടാണ്. നിൻ്റെ കവിത ഇതൊക്കെ മാതൃഭൂമി ആഴ്ചപ്പിലായിരുന്നു വരേണ്ടിയിരുന്നതെന്നൊക്കെ പറയുമ്പോൾ പാവത് വിശ്വസിക്കും. അപ്പോൾ എനിക്ക് അയച്ചു തരും. ഞാൻ ദുഷ്ടനായി ഞാനത് മടക്കും. അപ്പോൾ എനിക്കെതിരെ തെറികൾ പറയും. അവൻ ആരാന്ന് അവൻ്റെ വിചാരം. നമ്മൾ കവിതയ്ക്ക് വേണ്ടി നടത്തിയിട്ടുള്ള, വാക്കിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ധ്യാനവും അധ്വാനവും ഉണ്ട്. അതിലൂടെ കടന്നു പോകുന്നതുകൊണ്ടാണ് ഇത് കാണുമ്പോൾ അയ്യോ ഇത് പോരാ, നമുക്ക് വിഷമാണത്. ഒരു കുഞ്ഞ് നൃത്തം ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ അവനെ പരിഹസിക്കാൻ പാടില്ല. കാരണം അവൻ നൃത്തത്തെപ്പറ്റി അവൻ്റെ സങ്കല്പം അതാണ്, നമ്മൾ പരിഹസിക്കുന്നില്ല. പക്ഷെ അത് നൃത്തമല്ല എന്ന് പറയാനുള്ള ഒരു ആത്മാർത്ഥം നമുക്ക് വേണം. അത് നൃത്തമല്ല മോളെ, കുറച്ചുകൂടി പഠിക്കണം മോനെ, അല്ലെങ്കിൽ നീ ഒരു 10 വർഷം നീ സാധകം ചെയ്തിട്ട് വേണം നീ ആരെങ്കിലും വന്ന് കളിക്കാൻ എന്ന് പറയാനുള്ള ആത്മാർത്ഥം നമുക്ക് വേണം. ആ ആത്മാർത്ഥത ഇല്ലാത്തൊരു ജനതയായി പോകുമ്പോൾ നമ്മളെല്ലാത്തിനും പാസ് മാർക്ക് കൊടുത്തിട്ട് എല്ലാത്തിനെയും വിജയിപ്പിച്ചിട്ട് എല്ലാത്തിൻ്റെയും ആളായിട്ട് നമ്മൾ മാറും. അയാൾ എന്ത് മാന്യതെന്ന് പറയുമ്പോൾ എന്നെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കും. ആ സജയ് മാഷ് ഞാനൊരു കവിത കൊണ്ടിട്ട് ഗംഭീരമാണെന്ന് പറഞ്ഞു. അതേസമയം സുഭാഷ് ചന്ദ്രൻ എടുക്കപ്പെട്ട ആളുടെ മുഖം കാണണമായിരുന്നു. നമുക്കിത് അഭിനയിക്കാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞല്ലോ നടനായിട്ട് അത് പൈസ കിട്ടിയെങ്കിൽ നമ്മൾ അഭിനയിക്കും. പക്ഷേ ഇത് അല്ലാത്ത ജീവിതത്തിൽ നമുക്കിത് സാധിക്കില്ല. ഇത് ശരിയല്ല മോനെ, നന്നാക്കണമെന്ന് പറയാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മളതിലൂടെ കടന്നു പോകുന്നത്. ഇത്തരം നിരീക്ഷണങ്ങൾ വരുന്ന പത്രാധിപരായ സുഭാഷ് ചന്ദ്രനിൽ നിന്നാണ്. എഡിറ്ററാണ് ഈ പറയുന്നത്. എല്ലാം നല്ലതല്ല, നന്നല്ലാത്ത സാഹിത്യം, നല്ല സാഹിത്യം എന്ന് തരംതിരിവിൻ്റെ പേരാണ് എഡിറ്റിംഗ്. അതിൻ്റെ മറ്റൊരു രൂപമാണ് ഒരുപക്ഷെ നിരൂപണം. ഇത് 2 തരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന 2 ആത്മാക്കൾ ഇവിടെ ഇരുന്നിട്ട് സംസാരിക്കുന്നു. അപ്പോൾ എനിക്ക് ഈ ചർച്ചയൊന്ന് വഴിതിരിച്ചു വിടാൻ ആഗ്രഹമുള്ളത്, ഈ പത്രാധിപരായ സുഭാഷ് ചന്ദ്രൻ ഈ അടുത്ത മാസങ്ങളിൽ, ആഴ്ചകളിൽ വാതിൽ എന്നൊരു പത്രാധിപ കുറിപ്പിലൂടെയാണ് നമ്മെ ആഴ്ചപ്പതിപ്പിലേക്ക് പ്രവേശിപ്പിക്കുക. വാതിലിലൂടെ കയറ്റി അക്ഷരം പ്രതിയിലൂടെ പുറത്തേക്ക് ഇറക്കി വിടുന്ന ഒരു ഘടനാക്രമമാണ്, ഒരു വാസ്തുവിദ്യയാണ് ഇപ്പോൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റേത്. ഈ വാതിലിലെ ഗദ്യം അതിമനോഹരമാണ്. ഒരു ഗദ്യ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ അതിസൂക്ഷ്മതയോടുകൂടി, ശ്രദ്ധയോടെ, താല്പര്യത്തോടെ, സന്തോഷത്തോടെ, ആഹ്ലാദഭരിതനായി വായിക്കാറുള്ള, ഇതിലൊന്നും എക്സാജറേഷൻ ഇല്ല. എക്സാജറേഷൻ ചില സമയത്ത് സത്യമാവും അല്ലേ? ദൈവത്തെക്കുറിച്ച് സർവശക്തൻ എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ലല്ലോ. സർവശക്തനായ തമ്പുരാൻ എന്ന ദൈവത്തെ വിളിച്ചാൽ അത് അതിശയോക്തിയല്ലല്ലോ എന്നതുപോലെ ചിലപ്പോഴൊക്കെ അല്ല, അത് സുഭാഷ് ചന്ദ്രനെ പറ്റിയല്ല, ഒരു ചെറിയ ദൈവമാണ്, ഒരു ഡെമിഗോഡാണ് എല്ലാ മികച്ച കലാകാരനും കലാകാരിയും എന്നതുകൊണ്ട് ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പറയുന്നത് ഈ വാക്കുകൾ. അപ്പോൾ ആ ഗദ്യത്തിൻ്റെ ഒരു മികച്ച മാതൃക ഞാൻ കണ്ടത് കഴിഞ്ഞ ഒരാഴ്ച മുമ്പുള്ള വാതിൽ. നിങ്ങളത് വായിക്കണമെന്ന് ഞാൻ വിനീതമായി സ്നേഹപൂർവ്വം അപേക്ഷിക്കുകയാണ്. അന്ധകാരം എന്ന വാക്കിൽ നിന്ന് അന്ധതയിലേക്ക് അധിക ദൂരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അധികാരാന്ധതയെപ്പറ്റി, അധികാരപ്രമത്തതയെപ്പറ്റി പറയുന്ന നമ്മുടെ അന്ധരാജാവുണ്ടല്ലോ, ധൃതരാഷ്ട്രയെ പറ്റി പറയുന്ന, സൂര്യവംശത്തെപ്പറ്റി പറയുന്ന, അധികാര സൂര്യന്മാരെ പറ്റി പറയുന്ന അതിമനോഹരമായ പൊളിറ്റിക്കൽ റൈറ്റിംഗ് ആയിരുന്നു ആ വാതിൽ. ഇവിടെ അധികാരപ്രമത്തത എന്ന് പറഞ്ഞല്ലോ, നമ്മൾ കുടിച്ച് ലക്കിടുന്ന അവസ്ഥയാണ് പ്രമത്തത എന്ന് പറയുക, മത്തു പിടിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ സൂക്ഷ്മഗദ്യം എഴുതുന്ന, കഥേതര ഗദ്യം എഴുതുന്ന സുഭാഷ് ചന്ദ്രൻ്റെ ഭാഷാ സമീപനത്തിലേക്ക് കൂടി നമുക്ക് വരാം. കഥയിൽ, നോവലിൽ നമുക്ക് തേച്ചു മിനുക്കിയ ഭാഷാ ശില്പമാക്കി അതിനെ മാറ്റാനുള്ള സ്വാതന്ത്ര്യവും അധികാരമുണ്ട്. കഥേതര ഗദ്യത്തിലെ സുഭാഷ് ചന്ദ്രനെക്കുറിച്ച്, അതുപോലെ ഇതുവരെ ഈ രചനാ ജീവിതത്തിൽ അദ്ദേഹം സാക്ഷാത്കരിക്കാൻ ആഗ്രഹിച്ച ഡോസ്റ്റോസ്കിയൻ ഉയരങ്ങളിൽ എത്രമാത്രം, ഏതെല്ലാം കൊടുമുടികൾ ഇനിയും ശേഷിക്കുന്നു. ഇതുവരെയുള്ള എഴുത്ത് ജീവിതത്തിലെ ചാരിതാർത്ഥ്യം അഥവാ ചാരിതാർത്ഥ്യമില്ലായ്മ, ഇവയിലേക്ക് നമുക്ക് വരാൻ സമയമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അവസാനത്തെ
10 മിനിറ്റാണ് നമ്മുടെ കൈവശമുള്ളത്. അതിൽ 5 മിനിറ്റെങ്കിലും ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അവകാശപ്പെട്ടതാണ്. അനന്തമായ സമയമെടുത്ത് വായിക്കാൻ പറ്റിയ ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് ചപ്പടാച്ചി അടിക്കുന്ന സുഭാഷ് ചന്ദ്രനല്ല യഥാർത്ഥ സുഭാഷ് ചന്ദ്രൻ. അയാളുടെ എഴുത്തുമുറിയിൽ ഏകാന്തതയിലിരിക്കുന്ന ചെകുത്താനെ പോലെ ശക്തനായ ഒരു മനുഷ്യനാണ്. അയാളെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അയാളുടെ പുസ്തകങ്ങളിൽ. ഇവിടെ ഇരിക്കുന്നത് പാവപ്പെട്ട മാതൃഭൂമിയുടെ പത്രാധിപരെന്നോ അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് എഴുത്തുകാരുടെ കൂട്ടത്തിൽ വരുന്ന ഒരു എഴുത്തുകാരനോ മാത്രമാണ്. അതിൻ്റെ വേഷം കെട്ടലുകളും അതിൻ്റെ വാചാടോപങ്ങളൊക്കെ ഞാൻ കാണിക്കും. അത് ഈ പട്ടിയുടെ വേഷം കെട്ടിയാൽ കുരയ്ക്കണം എന്ന് പറയുന്ന പോലെ പിന്നെ മ്യാവൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ് പട്ടിയുടെ വേഷമായതുകൊണ്ട്. വാതിൽ എന്ന് പറയുന്ന പങ്ക്തി വാസ്തവത്തിൽ MT വാസുദേവൻ നായർ മരിച്ചപ്പോൾ അദ്ദേഹത്തിന് ആദരം അർപ്പിച്ചുകൊണ്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഒരു പ്രത്യേക പതിപ്പ് ഇറക്കി MTയെ പറ്റിയുള്ള. കഴിഞ്ഞ ഡിസംബറിൽ ഈ സമയത്താണ്, ഡിസംബർ 25-നാണ് അദ്ദേഹം മരിച്ചത്. അപ്പോൾ ജനുവരിയിലെ ആദ്യത്തിലൊക്കെ നമ്മൾ MTക്ക് ആദരം അർപ്പിച്ചുകൊണ്ടൊരു സ്പെഷ്യൽ ലക്കായിരുന്നു. അപ്പോൾ അതിനകത്ത് അതുവരെ ഞാൻ വാക്ക് ഇന്നെന്ന് പറഞ്ഞിട്ടൊരു അതിനകത്തുള്ള കണ്ടൻറ്റിനെ പറ്റി ഒരു പുതിയ കൈ ചൂണ്ടി പലക പോലൊരു സാധനം എഴുതിയിരുന്നു. അപ്പോൾ MTയെ പറ്റിയാകുമ്പോൾ എനിക്ക് ഒരുപാട് പേഴ്സണലായിട്ടുള്ള ആദരങ്ങളുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. ഞാനായിട്ടൊരു 10-12 പ്രാവശ്യം നേരിട്ട് അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഞാൻ മാതൃഭൂമിയിൽ ജോയിൻ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒപ്പിട്ടിട്ടാണ് ചേർന്നത്. അദ്ദേഹമാണ് 30 വർഷം മുമ്പ് എന്നെപ്പറ്റി ഹി മേ ഗോ എ ലോങ് വേ എന്നൊരു ഇംഗ്ലീഷ് പ്രസിദ്ധീകരണത്തിന് കൊടുത്ത് എന്നെ പേടിപ്പിച്ച് കളഞ്ഞു. എൻ്റെ ജീവിതം നശിപ്പിച്ച് കളഞ്ഞ അദ്ദേഹമാണ്. കാരണം ദൈവമേ ഇനിയിപ്പോൾ എൻ്റെ കാര്യം കട്ടപ്പോയി. ഞാൻ സമാധാനമായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ച ആളായിരുന്നു. പാട്ട് പാടുകയോ പടം വരയ്ക്കുകയോ ഒക്കെ വിചാരിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തെപ്പറ്റി എഴുതിയ കുറിപ്പിൽ അറിയാതെ കുറേ നിരീക്ഷണങ്ങളിലേക്ക് ഞാൻ പോയി. കാരണം അദ്ദേഹം മലയാളത്തിൻ്റെ ഒരു മഹാവാതിലായിരുന്നു എന്നുള്ളത്. ഒരുപാട് പുറമേക്കുള്ള സൂര്യപ്രകാശങ്ങളെ മലയാളത്തിലേക്ക് കടത്തിവിടാൻ സഹായിച്ച വാതിൽ, മലയാളത്തിലെ ഗംഭീരന്മാരെ എഴുത്തുകാരെ കൈപിടിച്ച് സാഹിത്യത്തിൻ്റെ അകത്തളത്തിലേക്ക് ആനയിച്ച വാതിൽ, അങ്ങനെ മലയാളത്തിൻ്റെ എല്ലാ വികാരങ്ങളെയും, പ്രണയം, പക, എല്ലാം മനുഷ്യസാധ്യമായ മലയാളിയുടെ എല്ലാ വികാരങ്ങളെയും അതിസൂക്ഷ്മതയോടെ ആവിഷ്കരിക്കാൻ സാധിച്ച അദ്ദേഹം മലയാളത്തിലെ ഏറ്റവും മികച്ച എഴുത്തുകാരനാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അദ്ദേഹത്തോടുള്ള എല്ലാ റെസ്പെക്റ്റോടും കൂടി ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്. മലയാളത്തിലെ 10 മഹാന്മാർ എക്കാലത്തെ ഉണ്ണായി വാര്യരും വിജയനും അടക്കം കുമാരനാശാനും അടക്കം എനിക്ക് ബഹുമാനമുള്ള മലയാളത്തിലെ എക്കാലത്തെയും 10 മഹാ എഴുത്തുകാരെ പറ്റി ആലോചിച്ചതിനകത്ത് MTയുടെ പേര് ഞാൻ ചേർക്കുകയില്ല. പക്ഷേ മലയാളത്തിൻ്റെ സമകാലികരെയും വരുംകാല തലമുറയും സമഗ്രമായി ആവേശിച്ച ദിശാനിർണയം ചെയ്തു കൊടുത്ത ഒരു 5 എഴുത്തുകാരുടെ പേര് പറഞ്ഞ് അതിനകത്ത് ആദ്യം വരുന്ന പേരുകളിലൊന്ന് MT. ആ ബഹുമാനം എനിക്ക് അദ്ദേഹമായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വാതിലിട്ട് എഴുതിയപ്പോൾ അതിനൊരുപാട് വായനക്കാർ നല്ല പ്രതികരണമായിട്ട് പറഞ്ഞു. അത് MTയെ പറ്റി ഏറ്റവും സൂക്ഷ്മമായിട്ട് കാച്ചിക്കൂർക്കി എഴുതിയേക്കാണ്. അപ്പോൾ എനിക്കത് സന്തോഷമായിരുന്നു. മാത്രമല്ല ഞാൻ എൻ്റെ 10 വർഷത്തിൻ്റെ ഗ്യാപ്പിന് ശേഷമാണ് ജ്ഞാനസ്നാനം എന്ന് പറഞ്ഞ കഥയ്ക്ക് ഈ അമോദി വരുന്ന കഥ എഴുതിയത്. 10 വർഷവും ഞാൻ മാതൃഭൂമിയിൽ പത്രപ്രവർത്തനത്തിൻ്റെ ഭാരമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ക്രിയേറ്റിവിറ്റി പ്രയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു പങ്ക്തി സ്ഥിരമായിട്ട് എഴുതിയാൽ ഈ 6 ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും ഒരു പേജ് നിർബന്ധിത ശമ്പളത്തിന് വേണ്ടിയിട്ടെങ്കിലും എഴുതുമല്ലോ. അപ്പോൾ അത് ഇങ്ങനെയുള്ള സ്നേഹം കിട്ടാൻ വേണ്ടി നമ്മൾ എഴുതുന്നത്. നമുക്ക് എവിടെന്നെങ്കിലും ഒരു സ്നേഹം, എവിടെയെങ്കിലും ദൂരെ നിന്ന് സ്നേഹമല്ല, എനിക്ക് നമസ്കാരമാണ് വേണ്ടത്. എനിക്ക് നമസ്കാരമാണ് വേണ്ടത്. ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്നും ആരും പറഞ്ഞാൽ എനിക്കിഷ്ടാവില്ല. എനിക്ക് നമസ്കാരമാണ് വേണ്ടത്. ഇങ്ങനൊരു വണക്കമാണ് എനിക്ക് വേണ്ടത്. സുഭാഷ് അപ്പോൾ അതുകൊണ്ട് താൻ ആദരിക്കുന്ന എഴുത്തുകാരെ പറ്റി എഴുതിയ പുസ്തകത്തിൻ്റെ പേര് നമസ്കാരം എന്നാണ്. അധികാരം കണ്ടിരിക്കാനിടയില്ലാത്ത ഒരു ചെറിയ പുസ്തകമാണ്, ഒരു ആദ്യകാല പുസ്തകമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എഴുതാൻ പറ്റും, എനിക്ക് മാത്രം സാധിക്കുന്ന എന്തെങ്കിലും എനിക്ക് കുറിച്ച് വയ്ക്കാൻ പറ്റും. എൻ്റെ ഓരോ ആഴ്ചയെയും അങ്ങനെ ഇതൊരു ചെറിയ അളവിൽ സാർത്ഥകമാക്കാൻ പറ്റും എന്നുള്ള കൊതി കൊണ്ടും അല്ലെങ്കിൽ കുറ്റബോധം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാതിൽ തുടങ്ങിയത്. അപ്പോൾ അതിനകത്ത് എഴുതുന്ന ഭാഷ മിക്കവാറും ആ പേജ് ചെയ്യുന്ന വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് എഴുതുന്ന 10 മിനിറ്റിൻ്റെ ഭാഷയാണ്. അല്ലാതെ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകളൊന്നുമില്ല. അതിൻ്റെ സമയമായി സുഭാഷ് ചേട്ടാ നമ്മുടെ ഡെസ്കിലെ ആളെ എന്നോട് വന്ന് പറയുമ്പോൾ അയ്യോ അതിന് സമയമായോ എന്ന് വെച്ചിട്ട് പെട്ടെന്ന് ഒരു സംഗതി ആലോചിച്ച് എഴുതി. പക്ഷേ ആ എഴുത്തിൽ വാതിലെഴുത്തെന്ന് നമുക്കതിനെ വിളിക്കാമെങ്കിൽ വാതിലെഴുത്തിൽ പലപ്പോഴും ഈ അമോദിയുടെ രാഷ്ട്രീയം കടന്നു വരാറുണ്ട്. ഞാനിവിടെ സൂചിപ്പിച്ച ആ കുറിപ്പിൽ സമൂലം ആ രാഷ്ട്രീയം പ്രകടമാണ്. അതിനെക്കുറിച്ച് കൂടി പറയുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് അധികാരം എഴുത്തുകാരന് നേരെയോ കലാകാരന് നേരെയോ എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടാൽ എനിക്ക് ഛർദ്ദിക്കാൻ വരും. അക്ഷരാർത്ഥത്തിൽ ഛർദ്ദിക്കാൻ പറ്റും. കാരണം 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ ഉള്ള ഈ മക്കൾ
എക്കാലത്തേക്കുമായുള്ള എഴുത്തുകാരെ കാൽ കീഴിൽ ചവിട്ടാൻ വേണ്ടി ഓങ്ങുന്നത് കാണുമ്പോൾ പോടാ എന്ന് പറയാൻ തോന്നും. അതിപ്പോൾ നമ്മളൊന്നുമല്ലെങ്കിലും അത് പറയും. ഏറ്റവും എളിയൊരു എഴുത്തുകാരെന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞത്, അല്ലാണ്ട് ഞാനൊരു വലിയ എഴുത്തുകാരനെന്ന് ഭാവിച്ചല്ല പറയുന്നത്. കാരണം ഈ കൽപ്പന, ഞാൻ നേരത്തെ സജീവ് പറഞ്ഞ പോലെ കൽപ്പന, അധികാരത്തിൻ്റെ കൽപ്പന, ഡിഗ്രി, ഒരു ആജ്ഞ എന്ന് പറയുന്ന വാക്കിന് മലയാളം കൽപ്പന എന്ന് ഉപയോഗിക്കുന്നത്. മലയാളം ഭംഗിയായിട്ട് എഴുത്തുകാരൻ്റെ സർഗസിദ്ധിക്കും ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്ന കൽപ്പന, കാൽപ്പനികൻ, കൽപ്പനാസിദ്ധി, കൽപ്പനാ വൈഭവം എന്നൊക്കെ പറയുന്ന അതേ വാക്ക് തന്നെയാണ് മലയാളം അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അത് ഏത് അധികാരത്തിൻ്റെ മുമ്പിലും നെടുനീളത്തിൽ ശിരസ് ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയുന്നവനാണ് കവി അല്ലെങ്കിൽ എഴുത്തുകാരനെന്ന് നമ്മുടെ ഭാഷ അബോധമായിട്ട് വളരെ പണ്ടേ തീരുമാനിച്ചതിൻ്റെ ഒരു നിദർശനം ഇപ്പോഴും ഇവിടെ കിടക്കുന്നുണ്ട്. കൽപ്പന എന്നുള്ള വാക്ക് എനിക്ക് കൽപ്പിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കല്പിക്കാൻ സാധിക്കും. എനിക്ക് ലോകത്തിൻ്റെ മുഴുവനും മനുഷ്യരാശിയെയും വലിയ അളവിൽ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ നമുക്കറിയാം. ഇപ്പോൾ പാവങ്ങൾ, ഞാൻ ഇപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി വായിച്ചു ഹ്യൂഗോയുടെ എത്രയോ കാലം മുമ്പുള്ളൊരു പുസ്തകം. ഇപ്പോൾ അതിൻ്റെ 100 വർഷത്തേക്ക് ഇപ്പോൾ അതിൻ്റെ നാലപ്പാട്ട് നാരായണമേനോൻ്റെ വിവർത്തനം എൻ്റെ ഭാര്യയ്ക്കറിയാം. ഭാര്യ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഓരോ പേജും വായിച്ചിട്ട് മടക്കി വെച്ചിട്ട് നെടുവീർപ്പിട്ടിട്ട് ലിറ്ററലി കണ്ണുനീരണിഞ്ഞിട്ട് ദൈവത്തിന് നമസ്കാരം പറയും. എൻ്റെ ദൈവം എന്ന് വെച്ചാൽ നിങ്ങളുടെ ദൈവമല്ല, ഈ അള്ളാഹു, വിഷ്ണു, മറ്റേ ആനയുടെ തല വെച്ച മറ്റേ ആളൊന്നുമല്ല. എൻ്റെ ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിയേറ്റിവിറ്റി നടത്തുന്ന ആളുടെ പേരാണ് ദൈവം. അത് നമ്മളിലൂടെയൊക്കെ അത് സാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദൈവം എന്ന് പറയുന്ന ഒരു കളക്റ്റീവ് പേരാണ്, ഒരു സർവനാമം ആണ് ദൈവം എന്ന് പറയുന്നത്. ഒരാളുടെ പേരല്ല, ഒരു സർവനാമമാണ് ദൈവം. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ക്രിയേറ്റീവായിട്ടുള്ള ആ സർഗാത്മകതയെ കൂട്ടിച്ചേർത്ത് നടത്തുന്ന ഒരു നിലവിളിയാണ് ഈ ദൈവം എന്ന് പറയുന്നത്. ആ നിലവിളിക്ക് നേരെയാണ് നമ്മൾ നമസ്കരിക്കുന്നത്. നമ്മൾ കൈകൂപ്പുന്ന ഏത് വിഗ്രഹത്തിൻ്റെ മുമ്പിലും കൈകൂപ്പുമ്പോൾ ആ വിഗ്രഹം സൃഷ്ടിച്ച ശില്പിയെയാണ് നമ്മൾ വണങ്ങുന്നത്. അതിന് ചുറ്റും ഇടയ്ക്ക് കൂട്ടി പാടുമ്പോഴുള്ള സംഗീതത്തെയാണ് നമ്മൾ വണങ്ങുന്നത്. ആ നിലവിളക്കുകൾ ഉണ്ടാക്കി വെച്ച അതിൻ്റെ സിമ്മട്രി, അതിൻ്റെ ആ രൂപഭംഗി കൃത്യമാക്കി ഉണ്ടാക്കി വെച്ച ആ ചെമ്പിൽ അല്ലെങ്കിൽ ഓട്ടിൽ പണിയെടുത്ത മഹാനായ അജ്ഞാതനായ മനുഷ്യൻ്റെ മുമ്പിലാണ് നമ്മൾ നമസ്കരിക്കുന്നത്. അല്ലാണ്ട് അതിൻ്റെ മുകളിലൊന്നുമില്ല. ഇവരൊക്കെയാണ് ചേർന്ന് സൃഷ്ടിക്കുന്ന ഈ മഹത്തായ പരിവേഷത്തിൻ്റെ പേര് മാത്രമാണ് ദൈവം. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ, നേരത്തെ ഡെമി ഗോഡ് എന്ന് പറഞ്ഞതുപോലെ ഒരു സെമി ഗോഡ് എന്ന് വിളിക്കാവുന്ന ഈ ക്രിയേറ്റർമാരുടെ മുമ്പിൽ, ഇപ്പോൾ രാജാ രവിവർമ്മയ്ക്ക് തിരുവിതാംകൂറിൽ 1 ഇഞ്ച് പോലും സ്റ്റുഡിയോ പണിയാൻ സ്ഥലം കൊടുക്കില്ല എന്ന് വിശാഖം തിരുനാൾ തീരുമാനിച്ചതിൻ്റെ ഫലമാണ് അദ്ദേഹം പോയി പൂനെയിൽ പോയിട്ട് ഒരു സ്റ്റുഡിയോ ഉണ്ടാക്കിയത്. ഇന്ത്യൻ സിനിമ അതിൻ്റെ ആദ്യം പൃഥ്വിരാജ് കപൂർ എന്ന് പറയുന്ന ആദ്യത്തെ സിനിമാ നിർമ്മാതാവ് ഒരു പുരാണ ചിത്രം ഹരിശ്ചന്ദ്ര എന്ന് പറയുന്ന സിനിമ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ വസ്ത്രവിധാനത്തിന് മാതൃകയാക്കാൻ വേണ്ടി അദ്ദേഹം നമ്മുടെ മലയാളിയായിട്ടുള്ള രാജാ രവിവർമ്മ പൂനെയിൽ വരച്ചു വെച്ച ദേവതകളുടെ പെയിൻറ്റിങ്ങൾ പോയിട്ട് പഠിച്ചിട്ടാണ് അന്നത്തെ കോസ്റ്റ്യൂം ഡിസൈനർ ഇത് ചെയ്യൂ, ദൈവങ്ങൾക്ക് ഈ ഡിസൈൻ. നമ്മുടെ മലയാളി ഇവിടെ നിന്ന് അയാൾ ഇവിടെ നിന്ന് പോകാൻ കാരണം എന്താ? ഈ വിശാഖം തിരുനാൾ എന്ന് പറയുന്ന ദുഷ്ടൻ ഇയാൾക്ക് അയാളേക്കാൾ ബഹുമാനം ഒരു കലാകാരന് കിട്ടുന്നു എന്നുള്ള അസൂയ കൊണ്ട് ഇവിടെ നാട് കടത്തിയതാണ്. അത് ഈ 2 തരം കൽപ്പനകൾ അഭിമുഖം വന്ന നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഗംഭീരമായ നിമിഷമാണ്. വിശാഖം തിരുനാളിന് നമുക്ക് അറിഞ്ഞൂടാ, വിശാഖം തിരുനാളിൻ്റെ മുഖം നമുക്ക് ഓർമ്മയില്ല. അദ്ദേഹം പുറപ്പെടുവിച്ച അതിഗംഭീരമായ കൽപ്പനകളൊന്നും നമുക്ക് അറിഞ്ഞേകൂടാ. കാളിദാസന്റെ സിംഹാസനം എന്നാണല്ലോ ഒരു കവിതയുടെ പേര്, NV കൃഷ്ണവാര്യരുടെ. കാളിദാസന്റെ സിംഹാസനം, വിക്രമാദിത്യൻ്റെ സിംഹാസനമല്ല, കാളിദാസന്റെ സിംഹാസനം. അങ്ങനെ ആ കാൽപ്പനികത കൊണ്ട്, കൽപ്പനാ വൈഭവം കൊണ്ട് സിംഹാസനങ്ങൾ തീർക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ ഈ ചെറിയ മനുഷ്യർ, അവർ നമ്മൾ വോട്ട് ചെയ്ത് അയക്കുന്നതുകൊണ്ട് മാത്രം അവിടെ എത്തുന്ന ചെറിയ മനുഷ്യർ, അതിനകത്ത് നമ്മുടെ വോട്ടുമുണ്ട് സാർ, ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട സർഗാത്മകരുടെ വോട്ടുമുണ്ട് അതിനകത്ത് ഒരു ഭാഗം. അങ്ങനെ ചെയ്യുന്നവരെ നോക്കി പത്തി ഓങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ അറിയാതെ ഈ ക്രിയേറ്റിവിറ്റിയുടെ ഒരു ദൈവം എഴുന്നേറ്റ് നിൽക്കും. നമ്മൾ ആ എഴുന്നേറ്റ് നിൽക്കുന്നതിന് നമുക്ക് ദേഷ്യമാണ്. കാരണം നമ്മൾ തല്ലിക്കൊല്ലുന്നതെല്ലാം മൂർഖൻ പാമ്പുകളെയാണ്, പത്തി വിടർത്തുന്നവയാണ്. മറ്റ് പാമ്പുകൾ നമ്മൾ വെറുതെ വിടും. പക്ഷെ നമ്മൾ വിഗ്രഹം പണിയുമ്പോൾ എപ്പോഴും മൂർഖൻ പാമ്പിനെ ഉണ്ടാക്കുക. നമ്മുടെ സർപ്പക്ഷേത്രങ്ങളിലെല്ലാം നിങ്ങൾ കാണുന്ന വിഗ്രഹങ്ങളെല്ലാം നമ്മൾ തല്ലിക്കൊന്ന പാമ്പുകളുടെ പത്തിയാണ്. അല്ലാണ്ട് ഒരു നീർക്കോലിയുടെ വിഗ്രഹം നിങ്ങൾ കാണില്ല, ഒരു ചേരപ്പാമ്പിനെ നിങ്ങൾ ആരാധിക്കുകയില്ല. അവൻ പത്തി ഉയർത്തി എന്നുള്ള ഭയം കൊണ്ട് നമ്മൾ തല്ലിക്കൊന്ന ആളുകളെയാണ് നമ്മൾ പിന്നീട് എൻ്റെ ഭഗവാനെ കളഭം തരാം, നിനക്ക് ഞാൻ എൻ്റെ മനസ്സും തരാം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു.
അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ ബലം അതുകൊണ്ട് നമ്മൾ ചത്തുപോക്കട്ടെ, നമ്മളെ ഇവർ ചവിട്ടി അരച്ചോട്ടെ, പക്ഷെ നമ്മൾ നിലനിൽക്കും. ഇതിനേക്കാളൊക്കെ എത്രയോ ഉജ്ജ്വലമായിട്ട് നമ്മൾ നിലനിൽക്കുന്നൊരു ബോധ്യം അത് നമ്മൾ സാക്ഷാത്കരിച്ചിട്ടില്ല. സജീവ് പറഞ്ഞതുപോലെ എനിക്ക് ഒന്ന് നിറഞ്ഞാടാൻ പറ്റിയിട്ടില്ല. എനിക്ക് മഴ പെയ്യുന്ന ഒരു രാത്രിയിൽ ഇവിടെ മഹാരാജാസ് ഗ്രൗണ്ടിന് നടുക്ക് ഇടിവെട്ടും പേമാരിയുമുള്ള രാത്രിയിൽ, വലിയ ഘോരമായ മിന്നലുള്ള രാത്രിയിൽ ഒരു തെയ്യത്തിൻ്റെ വേഷം കെട്ടി കളിക്കുന്നത് പോലെ, ആരും കാണാതെ ഉറഞ്ഞു തുള്ളുന്ന പോലെ എനിക്കൊരു നോവൽ എഴുതണമെന്നുണ്ട്. ഒരു പെട്ടി വെച്ച് കളിക്കുക എന്ന് പറയും കഥകളിൽ. പിന്നെ അയാൾ വേഷം കെട്ടരുത്, അതോടുകൂടി അവസാനിപ്പിച്ച് പോകണം ഇവിടുന്ന്. അത് നടക്കട്ടെ എന്ന് നമുക്ക് കൂട്ടായി പ്രാർത്ഥിക്കാം. ഇനിയുള്ള സമയം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കാണ്. 4 മിനിറ്റോളം സമയമുണ്ട്. ആ സമയം നിങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. എൻ്റെ പേര് രതി. ചൊവ്വാഴ്ച സജയ് പറഞ്ഞ പോലെ ചൊവ്വാഴ്ച ഞാൻ കാത്തിരിക്കുന്ന ദിവസമാണ് സുഭാഷിൻ്റെ വാതിൽ വായിക്കാൻ. അതിലെ ഭാഷ, അതുണ്ടാക്കുന്ന അനുഭൂതി എത്ര പറഞ്ഞാലും സാധിക്കില്ല. ഇപ്പം എൻ്റെ പ്രധാന പണി വാതിൽ മുഴുവനും ആ കോളം ഫോട്ടോസ്റ്റാറ്റ് ചെയ്ത ആൾക്കാർക്ക് എത്തിക്കുക എന്നാണ്. കാരണം ഭാഷയുടെ ഉൾത്തുടിപ്പ് മനസ്സിലാക്കാൻ അത് വളരെ ഞാൻ പഠിക്കുന്ന കുട്ടികൾക്കായാലും എഴുതി തുടങ്ങുന്നവർക്കായാലും എൻ്റെ പ്രധാന പണി ഇപ്പോൾ വാതിൽ ഫോട്ടോസ്റ്റാറ്റ് ചെയ്ത് കുട്ടികൾക്ക് എത്തി. അങ്ങനെ ഒരു തന്ന സുഭാഷിന് ഒരുപാട് നന്ദി, അങ്ങനെ ഒരു വായിക്കാൻ പറ്റിയത്. ടീച്ചർ ദയവ് ചെയ്തിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന പകരം മാതൃഭൂമി ആഴ്ചപ്പോൾ വായിക്കാൻ പറഞ്ഞാൽ കുറച്ച് കോപ്പി കൂടല്ലേ? അല്ല ടീച്ചറിൻ്റെ നമ്പർ മിക്കവാറും ആൾക്കാരൊക്കെ ചോദിക്കും കേട്ടോ. സാറോട് ഞാനാണ് പറഞ്ഞത്, ഞാനും ഇത് തന്നെയാണ്. ഞാൻ അത്യാവശ്യം പത്രം വായിക്കാനായി ലൈബ്രറിയിൽ പോയിരുന്ന ഒരാളായിരുന്നു. കാരണം കുറച്ച് സമയം കിട്ടും. ഞാൻ KSRTCയിലാണ്, കുറച്ച് സമയം കിട്ടും. അപ്പോൾ കിട്ടുന്ന ഏതെങ്കിലും ഒരു ദിവസം ഇച്ചിരി വായിക്കാമെന്ന് വിചാരിക്കാറും ഈ സംഭവം സാറിൻ്റെ വാതിൽ വായിക്കാനായിട്ട് അത് എടുക്കും. പിന്നീട് പത്രം വായന നടക്കില്ല, വീക്കിലികളിലേക്ക് തന്നെ തിരിഞ്ഞു പോകും. ഒരു കാര്യം സാറ് പറഞ്ഞത് ഒരു എതിർപ്പ്, എഡിറ്റിംഗ് എന്ന് പറയുന്ന സ്വഭാവം സാറിന് ഇപ്പോൾ തുടങ്ങിയതായിരിക്കണമെന്നില്ല, വളരെ മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. സാർ ഒരിക്കൽ അധ്യാപകരെ ഉപദേശിക്കുമ്പോൾ പറഞ്ഞു, സുഭാഷ് ചന്ദ്രൻ്റെ പുസ്തകങ്ങളല്ല നിങ്ങൾ വായിക്കേണ്ടത്, സുഭാഷ് ചന്ദ്രനെ ആക്കിയ കുറേ പുസ്തകങ്ങളാണ്, അത് വായിക്കണമെന്ന് പറഞ്ഞു. അവിടുന്ന് തുടങ്ങി സുഭാഷ് ചന്ദ്രൻ ആകാൻ വേണ്ടി തിരഞ്ഞെടുത്ത കുറേയേറെ പുസ്തകങ്ങളുണ്ടായിരിക്കണം സാറിന്. അവിടെ നിന്ന് സാർ തിരഞ്ഞെടുത്ത സാഹിത്യങ്ങളുണ്ട്. ഈ സാഹിത്യങ്ങളിലൂടെ സാറ് സൃഷ്ടിക്കുന്ന വലിയൊരു പ്രപഞ്ചമുണ്ട്. ഇതിൽ സുഭാഷ് ചന്ദ്രൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു വലിയ പേടി ആവാഹിക്കപ്പെട്ടിരിക്കുന്നു എന്നെനിക്ക് തോന്നിയത് വാതിലിലെ ഒരു വാക്കുകളിലൂടെയാണ്. കാരണം കുട്ടികൾ വായിക്കുന്നത് എന്താണ് എന്ന് പറയാൻ വരട്ടെ, കുട്ടികൾക്ക് വായിക്കാൻ എഴുതുന്നത് എന്താണ് എന്ന് ഇങ്ങനെ സാറിൻ്റെ ഭാഷയിലാണ് വായിക്കാൻ എഴുതുന്നത് എന്താണ് എന്ന് സാർ എഴുതുമ്പോഴൊക്കെ അങ്ങനെ ഒരു ഭയം സാറിനെ അടിമുടി ആവാഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എഴുതുന്നത് വായിക്കപ്പെടുന്നുണ്ട് എന്നൊരു ഭയം, ആ വായിക്കപ്പെടുന്നത് ഞാൻ വായിക്കേണ്ടത് തന്നെയാണ് ഞാൻ എഴുതേണ്ടതെന്നുള്ളൊരു ബോധം സാറിന് എവിടെ നിന്നുണ്ടായി എന്ന് പറഞ്ഞാൽ കൊള്ളാം. എന്താ പേരെന്താ? എൻ്റെ പേര് രാജീവ്. രാജീവിന് ആദ്യം ഒരു നമസ്കാരം. KSRTCയിൽ ജോലി ചെയ്തിട്ടും സുഭാഷ് ചന്ദ്രനെ വായിക്കുന്നതിന് എനിക്കത് വലിയ സന്തോഷം ഉണ്ടാക്കി. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം KSRTCയിൽ ഡ്രൈവർ ആവണമെന്നായിരുന്നു കുട്ടിക്കാലത്ത്. കാരണം എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിരുന്ന് പണിയാൻ ശമ്പളം കിട്ടും, ഒരുപാട് സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ വണ്ടി ഓടിക്കാം, മാസം ശമ്പളം കിട്ടും, ഇത് നല്ല ജോലിയാണല്ലോ എന്ന് ഞാൻ കൊതിയോടെ ഡ്രൈവർമാരെ നോക്കി ആലോചിച്ചിട്ടുണ്ട്. ഈ ഭയം എന്ന വാക്ക് കൃത്യമാണ് രാജീവ് പറഞ്ഞത്. ഭയത്തിൻ്റെ വിപരീത പദമാണ് അഭയം എന്ന് നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. അഭയം ഇപ്പം അമോദിയാവുന്നത് പോലെ ഭയം അഭയം ആകുന്നു. അഭയത്തിൻ്റെ വാക്കിൻ്റെ അർത്ഥം നമ്മുടെ സാധാരണ അതിൻ്റെ ആ പ്രാഥമിക അർത്ഥത്തിൽ നിന്ന് വളരെയധികം പരിണമിച്ചു പോയതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ നമ്മൾ സർഗാത്മകത ചെയ്യുന്നത് ഈ അഭയം നൽകലാണ്. അത് വായിക്കുന്ന ഇപ്പം സംഗീതം അഭയം നൽകലാണ് ചെയ്യുന്നത്. നമ്മുടെ ഒരുപാട് ഭയങ്ങളിൽ നിന്ന് നമ്മളൊരു അഭയസ്ഥാനം കണ്ടെത്തുക. ഞാൻ മെഹദി ഹസൻ എൻ്റെ 16-17 വയസ്സിൽ എനിക്ക് കടുത്ത ഡിപ്രഷൻ വന്ന രോഗിയായിരുന്നു. ഞാൻ അതിന് കലശലായ മരുന്നുകളൊക്കെ കഴിച്ചിട്ടുള്ള ആളാണ്. അത് ആധിയായിരുന്നു, ഉള്ളിലൊരു ആധിയായിരുന്നു. എൻ്റെ മഹത്വാകാംക്ഷകൾ സുഭാഷ് ചന്ദ്രൻ എന്നൊക്കെ ഞാൻ സ്വയം പേരിട്ട ആളാണ് കേട്ടോ. 5 വയസ്സിൽ സുഭാഷ് ചന്ദ്രൻ എന്ന പേര് എനിക്ക് വേണമെന്ന് കരഞ്ഞ് വാശിക്ക് മേടിച്ച കുട്ടിയാണ്. അപ്പോൾ ആ മഹത്വാകാംക്ഷകൾക്ക് 10-16 വയസ്സിൽ ഞാൻ പ്രീ ഡിഗ്രി 2 ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും ഒന്നിച്ച് പഠിച്ചു. പിന്നെ ഈ കടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ കുഗ്രാമത്തിൽ നിന്ന് മഹാരാജസിൽ വന്ന് മഹാനഗരത്തിൻ്റെ തിരക്കുകളിലേക്കും അതിൻ്റെ ആസക്തികളിലേക്കും കളറുകളിലേക്കും മുങ്ങിയപ്പോൾ എൻ്റെ ജീവിതം ഞാൻ പ്രതീക്ഷിച്ച ഒരു പാളത്തിൽ നിന്ന് തെറ്റിപ്പോയി. അപ്പോൾ അതിൻ്റെ ഭയം എന്നെ അതിയായിട്ട് ആവേശിച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു അഭയം എന്നുള്ള നിലയ്ക്ക് ഞാൻ ആ സമയത്ത് മെഹദി ഹസനെ
പ്രത്യേകിച്ചും മെഹദിയസിനെ, ഗുലാമലി തീർച്ചയായിട്ടും. അങ്ങനെ ഒരുപാട് ഗസലുകളിലാണ് ഞാൻ അഭയം കണ്ടെത്തിയത്. എൻ്റെ ഭയം, അപ്പോൾ ആധി മൂത്ത് വ്യാധിയാവുക എന്ന് സംസ്കൃതത്തിൽ പറയും. ടീച്ചർക്കൊക്കെ അറിയായിരിക്കും, ആധി മൂത്ത് വ്യാധിയാവും. നമ്മുടെ നാഡീഞരമ്പുകളിലൂടെ ഈ ആധി ഭയം വന്നാൽ നമ്മൾ ഫിസിക്കലി രോഗിയായി മാറും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ അതിൽ നിന്ന് എന്നെ ഒരു 50% എന്നെ രക്ഷിച്ചത് സംഗീതവും സാഹിത്യമാണ്. എനിക്ക് അഭയമായി മാറിയത്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ജയശ്രീ ഇവിടെ ഇരിക്കുന്ന അവളാണ്. ബാക്കി 50%. 24 വയസ്സിൽ ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു മനുഷ്യനായിട്ട് ഇരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ പണ്ടേ എന്തെങ്കിലുമൊക്കെ ആയിപ്പോയേനെ. അപ്പോൾ ഇത് നമുക്ക് ഒരു അഭയസ്ഥാനം മറ്റൊരാൾക്ക് കൊടുക്കാനുള്ളൊരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടൊപ്പം ഉണ്ട് എന്ന് യേശു പറയുന്നത് വാസ്തവത്തിൽ അതാ. അല്ലാതെ അദ്ദേഹം വേറെ മാജിക്കൊന്നും കാണിക്കുന്നില്ല. ഞാൻ നിന്നോടൊപ്പം ഉണ്ട്, ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ഒരാളെ, ഒരു സാധാരണ മനുഷ്യനെ, കുരിശിൽ കയറി മരിച്ച ഒരു തച്ചൻ്റെ മോനെ നമ്മൾ ദൈവമേ എന്ന് വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം പറഞ്ഞ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടൊപ്പം ഉണ്ട്, ഞാൻ നിൻ്റെ അഭയമാണ് എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിന് മാജിക്കൊന്നും ചെയ്യാൻ കഴിവൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഒരു മനുഷ്യനായി പറഞ്ഞ ഒരു ജന്തുവിനും അങ്ങനെ മാജിക്ക് കാണിക്കാൻ, പക്ഷേ ഈ അഭയ സങ്കല്പം കൊടുക്കാൻ പറ്റും മനുഷ്യൻ. ഞാനുണ്ട് കൂടെ എന്ന് പറയുമ്പോഴുള്ള ഒരു ഭയങ്കരം എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കട്ടെ. ഭയമുണ്ടാക്കുന്ന അഭയം, ഭയങ്കരമായൊരു അഭയം നമുക്ക് സാധ്യമാവും ഒരാൾ ഞാനുണ്ട് എന്ന് പറയും. അപ്പം അങ്ങനെ ഞാനുണ്ട് എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റമാണ് യഥാർത്ഥ വലിയ എഴുത്തുകാരൻ, വലിയ സർഗസൃഷ്ടാവ്, വലിയ സംഗീതജ്ഞൻ. യേശുദാസിനോട് നമ്മളുടെ ബഹുമാനം അതാണ്. അദ്ദേഹം ഈ 10-50 വർഷമായിട്ട് നമ്മളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനുണ്ട് നിൻ്റെ കൂടെ എന്ന് പറഞ്ഞു. നമ്മുടെ എല്ലാ നിമിഷങ്ങളിലും ആ മഹാശബ്ദം നമുക്ക് അഭയം തന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. എത്ര ഘോരമായ സംഘർഷങ്ങളിലും ആ ശബ്ദം കേൾക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന, ഞാൻ ദാസ് ക്യാപിറ്റൽ എന്നൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ സർഗാത്മക സാഹിത്യകാരന്മാരൊന്നും യേശുദാസിനെ ബഹുമാനിച്ച് ഒന്നും എഴുതിയിട്ടില്ല. നമ്മൾ കിഷോരി, അമോങ്കർ, മെഹദി ഹസൻ എന്നൊക്കെ പറഞ്ഞ് പറയും, മല്ലികാർജുൻ, മൻസൂർ. കാരണം ഇത് പറയുമ്പോൾ ഇത് ഗേമനാണെന്നൊരു തോന്നലുണ്ടാവും. യേശുദാസ്, ജാനകി അമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഇവൻ ഇതുമ്മ പിടിച്ച് കിടക്കുകയാണ് എപ്പോഴും എന്ന് വിചാരിക്കും. നമ്മുടെ ഇരട്ട നിലപാടുകളുടെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. 50 വർഷം നമ്മുടെ മലയാളിയുടെ ജീവിതത്തിന് പിന്നണി പാടിയ യേശുദാസിനെ പറ്റി ചോദിക്കുമ്പോൾ നമ്മൾ പറയും, അയാൾ ശബ്ദമൊക്കെ കൊള്ളാം എന്നൊക്കെ ഈ പൊട്ടന്മാർ പറയുന്നേക്കാം. പൊട്ടന്മാരും പൊട്ടികളും അറിയില്ല. സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ എന്നുള്ളൊരു സിമ്പിൾ ഗാനത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ ചോദിച്ചാൽ അറിയാത്ത ഈ ചെറിയ, ഞാൻ വികാരം വന്ന മോശമായിട്ട് സംസാരിക്കുക, എന്നോട് ക്ഷമിക്കണം, കയ്യിൽ നിന്ന് പോകും. ഇതിനെപ്പറ്റി മാത്രമേ ഞാൻ മോശമായിട്ട് സംസാരിക്കുള്ളൂ. സർഗാത്മകതയെ പുച്ഛിക്കുന്നവനെ എനിക്ക് അടിക്കാൻ തോന്നും. എനിക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല. എന്നെ തല്ലുന്നൊരു ഗുണ്ടയെ ഞാൻ കൈ കൂപ്പി നിന്ന് അടി മേടിക്കും. കാരണം അവൻ്റെ സംസ്കാരം അതാണ്, അവനടിച്ചേ പറ്റും. ഞാൻ അവിടെ നിന്ന് തല്ല് കൊള്ളാൻ തയ്യാറാണ്. പക്ഷേ ക്രിയേറ്റിവിറ്റിയെ, സർഗാത്മകതയെ മനസ്സിലാക്കാത്തവനെയും പുച്ഛിക്കുന്നവനെയും സഹിക്കാൻ പറ്റില്ല നമുക്ക്. കാരണം നമ്മൾ അതിൻ്റെ ഒരു ഹാലോ കണ്ടാണ് കുട്ടിക്കാലം പോലെ ജീവിച്ചിത്രയും കാലം. അത് മഹത്തായ ഒരു സംഗതിയാണ്, അത് ബഹുമാനിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്, അത് അന്തസ്സാണ്, മനുഷ്യാന്തസ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രകാശമാണ് എന്ന് 100% ആത്മാവ് കൊണ്ട് വിശ്വസിച്ചിട്ട് ജീവിക്കുന്നൊരു പാവമാണ് ഞാൻ. ഒരു പുഴുവിനെ പൂമ്പാറ്റയാക്കിയതുപോലെ പൂമ്പാറ്റയുടെ ചിറകിൽ വലിയ സജീവ് പറഞ്ഞുള്ള ദൃഷ്ടികളൊക്കെ ഉണ്ടാവും. അതിനെ കണ്ട ഭീകരനാണെന്ന് തോന്നും. പക്ഷേ അതിൻ്റെ നടുക്കിരിക്കുന്ന പുഴു മാത്രമാണത്. അതിന് പ്രകൃതി കൊടുത്തിട്ടുള്ള അനുകൂലനാണ്. ഇത് ഈ ഇരവിടിയന്മാർ പിടിച്ച് തിന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു ഭീകരം മൂങ്ങിയിരിക്കുന്ന പോലെ തോന്നും. പച്ചിലപ്പടർപ്പിലിരിക്കുന്ന ഒരു ചിത്രശലഭത്തെ കണ്ടാൽ അതിന് പ്രകൃതി അനുകൂലനം കൊടുത്തിരിക്കുകയാണ്, അതിനെ ആരും ഉപദ്രവിക്കാതിരിക്കുക. അങ്ങനെയുള്ള ചില ഭീകര പരിവേഷമൊക്കെ ഞാൻ അണിയാറുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിലൊരു പുഴുവാണെന്ന് നമുക്കറിയാം. വളരെ ലോല മനസ്സുള്ള, വളരെ ചെറിയ ഒരു ജന്തു ആയിട്ടാണ് നമ്മളെ കണക്കാക്കുന്നത്. നമുക്ക് കിട്ടിയിട്ടുള്ള ഈ സ്നേഹവും ഈ പരിവേഷമൊക്കെ ആ ചിറകുകൾ മാത്രമാണ്. ഒന്ന് തൊട്ടാൽ പൊടിഞ്ഞു പോകുന്ന ചിറകാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ അഭയസങ്കല്പം എന്ന് പറയുന്നതാണ് നമ്മൾ വച്ച് നീട്ടുന്നത്. ഞാൻ എഴുതുന്ന ഓരോ എഴുത്തിലും ഈ അഭയം എനിക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഈ അഭയം എന്ന് പറയുമ്പോൾ ദൈവം കൊടുക്കുന്ന അഭയം പോലെ ഒന്നല്ല. നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധാരണ മനുഷ്യൻ, നിൻ്റെ കൂടെ ഞാനുണ്ട് എന്ന് പറയുന്ന അഭയം, ആ അഭയദേവ് എന്നാണ് നമ്മുടെ വലിയൊരു സംഗീതജ്ഞൻ്റെ, ഒരു എഴുത്തുകാരൻ്റെ പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂ പൈതലേ, കേട്ട് കേട്ട് നീ ഉറങ്ങ് കരളിൻ്റെ കാതലേ എന്നെഴുതിയ ആൾ, ഉഗ്രം കവിയായാൽ, കരളിൻ്റെ കാതൽ എന്നൊക്കെ പറഞ്ഞ ആൾ. അപ്പോൾ അത് കരളിൻ്റെ വാതിൽ എഴുതാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒരു വാക്യം
ഒരു ഇത്ര സമയം ഈ കാളിദാസ കുമാര സംഭവത്തിൽ ഒരു ചോദ്യത്തിന് ഒരാൾ കൂടി ഉണ്ട്, അത് ഉള്ള സമയം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. സമയമുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള അവസാന വാക്യം പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന് ഞാൻ ചടങ്ങിൻ്റെ ചുമതല കൈമാറുകയാണ്. കുമാരസംഭവത്തിൽ ശിവൻ്റെ തപസ് മുടക്കാനായിട്ട് കാമൻ ഇങ്ങനെ എത്തുന്നൊരു സന്ദർഭമുണ്ടല്ലോ. കണ്ണു തുറന്നാൽ കാമദഹനം നടക്കും. ആ സന്ദർഭത്തിലെ സ്തബ്ധമായ കാടിനെ പറ്റി ചിത്രാർപ്പിതം എന്ന പോലെ എന്നൊരു പ്രയോഗമുണ്ട്. ചിത്രത്തിൽ വരച്ചു വെച്ച പോലെ അനക്കമറ്റ് നിശ്ചലമായി. അത്തരത്തിൽ ഈ സെഷൻ ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. ചിത്രാർപ്പിതമായ ഈ സദസ്സിന് നമസ്കാരം. സാറിന് നമസ്കാരം തരുന്നു. ഒരു സംശയവും ഒരു വിയോജിപ്പും അവിടെ അറിയിക്കുകയാണ്. സംശയം എന്ന് പറയുന്നത് സാറിൻ്റെ പർദീസ നഷ്ടം, അതിനുശേഷം മറ്റൊരു കഥാകൃത്ത് എഴുതിയിട്ടുള്ള ശസ്ത്രക്രിയ, ഇത് തമ്മിലുള്ള ഒരു സാദൃശ്യം അല്ലെങ്കിൽ വൈസാദൃശ്യം എന്ന് ഒരു സംശയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് വായിച്ചപ്പോൾ. വിയോജിപ്പെന്ന് പറയുന്നത് വിശാഖം തിരുനാൾ എന്ന് പറയുന്ന രാജാവ് ഒരു തീരുമാനം എടുത്തപ്പോൾ സാർ അതിൻ്റെ വിയോജിപ്പ് പറഞ്ഞു. പക്ഷേ അദ്ദേഹം തിരുവിതാംകൂറിലെ പട്ടിണി മാറ്റുന്നതിന് വേണ്ടി കപ്പ കേരളത്തിലേക്ക് കൊണ്ടുവന്നതും റബ്ബർ കേരളത്തിലേക്ക് കൊണ്ടുവന്നതും ആ പാവപ്പെട്ട മഹാരാജാവാണ് എന്നുള്ള കാര്യം ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു. അങ്ങനെ ഒരുപാട് രാജാക്കന്മാർ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഗോതമ്പൊക്കെ ഒരുപാട് അവർ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരുപാട് കിണർ കുഴിച്ചിട്ടുണ്ട്. അവർ പിന്നെ രാജാക്കന്മാരായിട്ടിരിക്കുന്നത് അതിനല്ലേ, അത് കൊണ്ടുവരാനല്ലേ. മുഴുവൻ പേർക്കും കൊടുക്കട്ടെ, അതൊക്കെ നല്ല കാര്യമാണ്. അതിൻ്റെ പേരിലൊരു സാഹിത്യകാരനെയും സർഗർമ്മ സാഹിത്യകാരനെയും എഴുത്താൻ സാധിക്കുകയില്ല. അതൊക്കെ റേഷനാണ്, അവരുടെ ഔദാര്യമൊന്നുമല്ല അത്. ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ, വാതിലിനെ കുറിച്ച് പരാമർശിക്കുന്നില്ല. മനുഷ്യരാമുഖത്തിൽ വളരെ ഭംഗിയായിട്ട് വളരെ സൂക്ഷ്മതലത്തിൽ കാസ്റ്റ്, ജാതി എന്നൊരു സംഭവം ഒരുപക്ഷെ മലയാളത്തിൽ അത്രയും ഗംഭീരമായിട്ട് ആ ജാതിയുടെ അടിയൊഴുക്കുകളിലൂടെ സന്നിവേശിക്കപ്പെട്ട ഒരു കഥ ഞാൻ വായിച്ചിട്ടില്ല, ഒരു നോവൽ ഞാൻ വായിച്ചിട്ടില്ല. ഒരുപക്ഷെ ഒരു ചെറായിക്കാരെന്നുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഫീൽ ചെയ്തത്. അപ്പോൾ അതിൽ പ്രത്യേകിച്ചും വളരെ പ്രകടമായിട്ട് ഒരു ഘട്ടത്തിൽ ജീവിതത്തിൽ അന്വരോട് പറയുന്നുണ്ട്, ഏറ്റവും പുതിയൊരു പരിചയക്കാരനെ കണ്ടാൽ തൻ്റെ ജാതി വ്യംഗ്യമായിട്ടെങ്കിലും വെളിപ്പെടുത്താനുള്ളൊരു ഔത്സഖ്യമാണ് ഇപ്പോൾ ഒരു തലമുറയെ ഭരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഈ ആമുഖത്തിന് തുടർച്ചകൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അത് ഉണ്ടാകുമോ എന്ന് മാത്രം. എന്താ പേര്? എൻ്റെ പേര് സന്തോഷ്. സന്തോഷ്, ഈ നേരത്തെ പറഞ്ഞ കൽപ്പനകൾ തമ്മിലുള്ള എതിർമുഖമാണ് ശരിക്കും ജാതിയെ സൃഷ്ടിച്ചത്. അതായത് രാജ്യം ഭരിക്കുന്ന അധികാരി തന്നേക്കാൾ ബഹുമാനം ക്രിയേറ്റീവായിട്ടുള്ള മനുഷ്യർക്ക് കിട്ടണമെന്ന് തോന്നുമ്പോൾ ശില്പങ്ങൾ ഉണ്ടാക്കുന്നവനെ ഒരു ജാതി പേരിട്ടിട്ട്, സ്വർണ്ണം ഉണ്ടാക്കുന്നവനൊരു ജാതി പേര്, ഒരു സ്വർണ്ണമാലയൊക്കെ ഉണ്ടാക്കുന്ന ശ്രദ്ധ എന്ന് വെച്ചാൽ അതിഭയങ്കരമാണ്. ഞാൻ പിന്നെയും ഭയങ്കരം എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. ഒരു സ്വർണ്ണമാല സൃഷ്ടിക്കുന്ന ഒരാളുടെ കഴിവുണ്ട് ഒരു രാജാവിന്. അപ്പോൾ ഇവരാദ്യം ചെയ്യുന്നത് ജാതി നിർമ്മാണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മാനസിക ത്വരകം എന്ന് പറയുന്നത് ജാതിയാക്കി മാറ്റി അവൻ ചെറുമനാണെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് സമാധാനമായി. അതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ, ഇന്ത്യയിലെ മുഴുവൻ ജാതികളെ നോക്കിക്കോളൂ, അവർ ആ ജാതിയുടെ ഉത്ഭവത്തിൽ അതിഗംഭീരനായിട്ടുള്ള നമസ്കരിക്കേണ്ടുന്ന ഒരു മഹാസർഗസ്രഷ്ടാവ് ഉണ്ടാവും. അത് നിങ്ങൾ ആരെ പേര് വിശ്വകർമ്മ കർമ്മജർ എന്നൊക്കെ പറഞ്ഞ് ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ വിശ്വകർമാവിനെ പോലെ സൃഷ്ടിവൈഭവമുള്ളൊരു പൂർവികൻ അവർക്കുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അതുപോലെ നമ്മുടെ പാണ സമുദായം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു കീഴാള ജാതിയായിട്ട് മേലാളന്മാരെന്ന് വിചാരിക്കുന്നവർ പറയുമ്പോൾ അഗാധമായ ജലാശയങ്ങൾക്ക് ചാരെ ജീവിച്ചിരുന്ന മനുഷ്യർക്ക് ഈ തൊണ്ടയെ വലിയ റെസണൻസിൽ ശബ്ദിപ്പിക്കാനുള്ള സിദ്ധി ഉണ്ടായിരുന്നു. അങ്ങനെ ശബ്ദിപ്പിച്ച ആളുകളുടെ മനസ്സിനെ ഈ ശബ്ദതരംഗത്തിൻ്റെ ഇതുകൊണ്ട് സ്വാധീനിച്ച മനുഷ്യരാണ്. അവരെ ഒരു പ്രത്യേക ജാതിയാക്കി മാറ്റി. ഇതൊക്കെ കീഴാള ജാതിയായിട്ട് പറയും. ഇതിൻ്റെ തലമുറക്കാർ മാത്രമാണ് നമ്മുടെ കൂടെ ജീവിക്കുന്ന ജാതിയുടെ പേരിൽ അപഹസിക്കപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർ. അവരുടെ കുവലാനന്ദം എന്നുള്ള സംസ്കൃത കൃതിയിലൊരു വരിയുണ്ട്, കിളി നിൻമൊഴി തേനായി പോകയാൽ കൂട്ടിലായി നീ എന്നാണ്. വിഹായസിൽ വിഹംഗങ്ങൾ വിഹരിക്കുന്ന സ്വൈര്യമായി, കിളി നിൻമൊഴി തേനായി പോകയാൽ കൂട്ടിലായി നീ എന്നാണ്. വിഹായസിൽ ഒരുപാട് കിളികൾ വിഹരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട കിളി, നിൻ്റെ പാട്ട് തേനായി പോയതുകൊണ്ട് നീ കൂട്ടിലായിപ്പോയി എന്ന് പറയാം. അത് പറഞ്ഞ പോലെ തേൻ പോലെ ക്രിയേറ്റിവിറ്റി, തേൻ നോക്കൂ, തേൻ പോലെ എന്നുള്ള അറിയാണ്ട് വന്നാൽ ഈ ഒരു തേനീച്ച തേനുണ്ടാക്കുന്ന ആ പ്രക്രിയ എന്ന് ഓർത്തു എത്ര ഗംഭീരമായിട്ടുള്ളൊരു തേനറ.
കെ സുരേന്ദ്രൻ 5 മിനിറ്റ് കൂടുതൽ എടുത്തുകൊണ്ട് ഞാൻ 10 മിനിറ്റ് എടുക്കും. നിങ്ങൾ രാഷ്ട്രീയക്കാരന് 5 മിനിറ്റ് കൊടുക്കുമെങ്കിൽ ഒരു സർഗാത്മ സൃഷ്ടാവിന് അത് ആ തേൻ നിർമ്മാണമാണ് ചെയ്യുന്നത്. ഞങ്ങൾ പത്രക്കാരെ പറ്റി പറയുമ്പോൾ ഞാൻ ഓർക്കും, പത്രക്കാർ, ഞാനും ശ്രീ പനച്ചിപ്പുറമൊക്കെ സാഹിത്യം എഴുതും, പത്രപ്രവർത്തനം നടത്തുന്നവരാണ്. ശരിക്കും കടന്നലും തേനീച്ചും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. രണ്ടും കണ്ട ഒരേപോലിരിക്കും, രണ്ടും കുത്തും. പക്ഷേ ഒന്ന് ഭാവിയിലേക്ക് തേൻ ഇരുന്നിരുന്ന് മധുരം കൂടുന്ന, വീര്യം കൂടുന്ന തേൻ സൃഷ്ടിക്കുന്ന ഒരു ജന്തുവാണ് ഈ എഴുത്തുകാരെന്ന് പറഞ്ഞാൽ. അപ്പോൾ തേൻ പോലെ കിളി നിൻമൊഴി തേനായി പോകയാൽ കൂട്ടിലായി നീ എന്ന് പറയുന്ന ആ സംഗതിയിൽ കൂട്ടിലടച്ചതുകൊണ്ടാണ് നമ്മുടെ ഈ ജാതി സമ്പ്രദായം കേരളം. അതിനെ മറികടക്കാൻ ഒറ്റ മാർഗ്ഗം ഉണ്ടായുള്ളൂ, സന്യാസം. നമ്മുടെ ഈ കുംഭമേളയ്ക്ക് വരുന്ന സന്യാസിമാരെ മുഴുവൻ നിങ്ങൾ പഠിച്ചോളൂ. അവർ ഈ ഇന്ത്യയുടെ മലിനമായ ജാതി വ്യവസ്ഥയെ തകർക്കാൻ അവരുടെ കയ്യിലുള്ള ആകെയുള്ളൊരു ടൂള് സന്യാസത്തിലേക്ക് രക്ഷപ്പെടുകയാണ്. കാരണം ഈ വേഷം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരും ജാതിയൊന്നും ചോദിക്കില്ല, ബഹുമാനം കിട്ടും. ആ മനുഷ്യാന്തസ്സിനെ പറ്റിയുള്ള ഒരു വലിയ സങ്കല്പമാണ് സന്യാസത്തിലേക്ക് കൂപ്പുകുത്തിച്ചത് മനുഷ്യന്. നാരായണഗുരു അങ്ങനെ തന്നെ പോയ ആളാണ്. കാരണം ജാതിയെപ്പറ്റി അദ്ദേഹത്തിന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ സന്യാസം എന്ന് പരമമായിട്ടുള്ള ഒരു സമ്യക്കായ ന്യാസം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. പരിപൂർണമായിട്ടുള്ള വച്ചുമാറ്റം. അതിന് ഇത് മാത്രമേ സാധ്യമാവൂ എന്നുള്ള കരുതിയിട്ടാണ് നമ്മുടെ അതിഗംഭീരന്മാരായ ആളുകൾ മുഴുവൻ സന്യാസത്തിലേക്ക് പോയത്. വാത്മീകി സന്യാസിയായിരുന്നു നമ്മൾ വായിക്കുമ്പോൾ. മറ്റേ ആൾ വ്യാസൻ മഹർഷിയാണ് എന്ന് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരെല്ലാം ദളിതരായിരുന്നു. അവരുടെ ക്രിയേറ്റിവിറ്റി കൊണ്ട് പോലും ബഹുമാനം കിട്ടാത്ത ഒരിടത്തുനിന്ന് അവർക്ക് സന്യാസത്തിലേക്ക് മാത്രമേ പരിവർത്തനം സാധ്യമായിരുന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ജാതി ഒരു വാസ്തവമായ കാര്യമാണ്. മഹാന്മാരെ ഒതുക്കാൻ ഇന്ത്യ കണ്ടുപിടിച്ച ഒരു ഏറ്റവും മ്ലേച്ഛമായ ഒരു സമ്പ്രദായമാണ് ജാതി. അതൊരിക്കലും മാറിപ്പോവില്ല.